നമ്മൾ അൺബിലീവബിളായിട്ട് തോന്നുന്ന യങ്സ്റ്റേഴ്സ് പോലുമാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോകൽ പോലെയുള്ള കാര്യങ്ങളിലൊക്കെ ചെന്ന് ചാടുന്നത്. ഒരു പർട്ടിക്കുലർ റിലീജിയസ് സെക്ടറിൻ്റെ മാഗസിൻ കത്തിച്ച് കഴിഞ്ഞാൽ അത് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ശരിയാവും എന്നൊക്കെ പറയുന്നത് സെല്ല് ചെയ്യുന്നുണ്ടെങ്കിൽ പീപ്പിൾ ആർ എക്സ്പെക്ടിങ് തിങ്സ് ഔട്ട് ഓഫ് ദിസ്. ഈ ഫിലിംസ് എങ്ങനെയാണ് നമ്മുടെ സൊസൈറ്റിനെ എഫക്റ്റ് ചെയ്യുന്നത്, എത്രത്തോളം ചെയ്യും? കാരണം ഈ അടുത്ത് ഇതേപോലെ വേറൊരു ഇന്റർവ്യൂവിൽ നമ്മുടെ ഡയറക്ടർ ഒട്ടും ചെയ്യില്ല എന്നുള്ളത്. അല്ല, അത് ശരിയല്ല. കാരണം സോഷ്യൽ ലേണിംഗ് തിയറി എന്ന് പറഞ്ഞൊരു ഇതിലുണ്ട്. അതിൽ ഏറ്റവും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ളത് മീഡിയാസാണ്. എന്താ പറയുക, മനസ്സിന് പ്ലീസിങ് ആയിട്ടുള്ള ക്ലാരയുടെ മാതിരിയൊക്കെ ഉള്ളൊരു റൊമാൻസ് പോലും നമുക്ക് കാണാൻ പറ്റുന്നില്ല. എന്തുമാത്രം നമ്മൾ മെറ്റീരിയലിസ്റ്റിക് ആയി എന്നുള്ളതാണ്. ആൻഡ് ദർ ആർ സിറ്റുവേഷൻസ് വെയർ 16-year-old ചിൽഡ്രൻ ഹിറ്റ് പേരൻസ്. നമ്മുടെ വർത്തമാനങ്ങളിലുള്ള മെറ്റഫറിലൊക്കെ ഒരുപാട് മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് കടന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഡിപ്രഷൻ, ഞാൻ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിയാണ്, അല്ലെങ്കിൽ ADHD ഉണ്ട് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള വർത്തമാനങ്ങൾ അതൊരു ഫാഷനബിൾ സ്റ്റേറ്റ്മെൻറ്റായിട്ട് അങ്ങനെ അങ്ങ് പറഞ്ഞു പോവാണ്. ഒരു 10-15 വർഷം നമ്മൾ പുറകോട്ട് പോയാൽ നമ്മൾ ഈ ഡിപ്രഷൻ എന്നുള്ള വാക്ക് ഇതുപോലെ ഇത്ര ഓപ്പൺ ആയിട്ട് കേൾക്കുന്ന ഒരു വാക്കല്ല. അതപ്പോ ആക്ച്വലി ഡിപ്രഷൻ ഇപ്പൊ കൂടുതലായി കണ്ടുവരുന്നത് കൊണ്ടാണോ അതോ അവയർനെസ് കൂടിയത് കൊണ്ടാണോ? എന്തുകൊണ്ടാണ് ഈ ഡിപ്രഷൻ നമ്മുടെ ഒരു ഡേ ടു ഡേ ലൈഫിലേക്ക് ഇതുപോലെ കടന്നു വരുന്നത്? എന്തുകൊണ്ടാണ്? നമ്മുടെ വർത്തമാനങ്ങളിലുള്ള മെറ്റഫറിലൊക്കെ ഒരുപാട് മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് കടന്നു വന്നിട്ടുണ്ട്. പക്ഷെ അതിന് ആനുപാതികമായിട്ട് ഹെൽപ്പ് സീക്കിങ് കൂടിയിട്ടില്ല. ഇപ്പോൾ ഡിപ്രഷൻ, മൂഡ് ഓഫ്, അതുമല്ലെങ്കിൽ ഞാൻ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിയാണ്, അല്ലെങ്കിൽ ADHD ഉണ്ട് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള വർത്തമാനങ്ങൾ നമ്മുടെ ഡേ ടു ഡേ കോൺവെർസേഷൻസിൽ ധാരാളമായിട്ട് വരുന്നുണ്ട്. പലരും ഇത് പ്രയോഗിക്കുന്നത് അതിൻ്റെ ഒരു സയൻറ്റിഫിക്കായിട്ടുള്ള മീനിങ് ഉൾക്കൊണ്ടുകൊണ്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അതൊരു ഫാഷനബിൾ സ്റ്റേറ്റ്മെൻറ്റായിട്ട് അങ്ങനെ അങ്ങ് പറഞ്ഞു പോവുകയാണ്. അത് നമ്മുടെ വൊക്കാബുലറിയിൽ വന്നിട്ടുള്ള ഒരു കണ്ടംപററി ചേഞ്ചസിൻ്റെ ഷിഫ്റ്റായിട്ടാണ് വരുന്നത്. പക്ഷേ സമാന്തരമായിട്ട് നമ്മുടെ മൂവിയിലൊക്കെ ഇത്തരം സബ്ജക്ട്സ് ഭയങ്കരമായിട്ട് വരാൻ തുടങ്ങി, അല്ലെങ്കിൽ വെബ് സീരീസിൽ ഇത്തരം സബ്ജക്ട്സ് വരാൻ തുടങ്ങി. അതൊക്കെ വരുമ്പം അതെല്ലാം നമ്മുടെ വൊക്കാബുലറിയിലേക്ക്, നമ്മുടെ ഭാഷയിലേക്ക് കയറി വരുന്നു എന്നുള്ളതല്ലാതെ അതൊരു അവയർനെസ്സിൻ്റെ റിസൾട്ടായിട്ട് വരുന്നതല്ല. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ 30 കൊല്ലം മുമ്പൊക്കെ ഒരു മെൻ്റൽ ഹെൽത്ത് തീമുള്ളൊരു സിനിമ എന്ന് പറയുന്ന ഇറ്റ്സ് എ റെയർ തിങ്. ഇറ്റ് ഈസ് നോട്ട് എ കോമൺ തിങ്. ഇപ്പോൾ ഒന്നുമില്ലെങ്കിലും ഒരു മെൻ്റൽ ഹെൽത്ത് ആംഗിൾ കയറ്റിവിടും. അത് സയൻറ്റിഫിക് ആണോ എന്നൊന്നും നോക്കില്ല. ഈ പറയുന്ന എൻ്റെ ക്യാരക്ടറിൻ്റെ ഇതിന് എന്തെങ്കിലും ഒരു പേരിടാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഉള്ള സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഉണ്ട്. ചുമ്മാ എന്നിട്ടൊരു ബൈപോളാർ ഡിസോർഡർ എന്നൊക്കെ പറഞ്ഞിട്ടങ്ങ് കയറ്റി വിടും. യഥാർത്ഥത്തിൽ ഇത് ബൈപോളാർ ഡിസോർഡർ ആണോ, അല്ലെങ്കിൽ ഈ ക്യാരക്ടർ ചെയ്യുന്ന പേഴ്സണാലിറ്റി അതുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്നൊന്നും നോക്കില്ല. അതൊരു വെച്ച് ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തു. ഡോക്ടർ പറയുന്നത് ദിസ് പേഴ്സൺ ഇസ് സഫറിങ് ഫ്രം ബൈപോളാർ ഡിസോർഡർ, അല്ലെങ്കിൽ സ്കിസോഫ്രീനിയ, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ബൈപോളാർ ഡിസോർഡറും സ്കിസോഫ്രീനിയയും തമ്മിലുള്ളൊരു മിക്സാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഡയലോഗ്സിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് സിനിമകളിൽ ഇതൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ആക്ച്വലായിട്ടുള്ള ഒരു സയൻസ് മനസ്സിലാക്കിയിട്ടല്ല. അപ്പോൾ എനിക്ക് ഡിപ്രഷനാണ്, മൂഡ് ഓഫ് ആണെന്ന് പറയുന്നതിൽ എത്ര പേര് വെൽ ഐ നീഡ് ഹെൽപ്പ്, ഐ ഹാവ് ടു സീക്ക് എ പ്രൊഫഷണൽ ഹെൽപ്പ് എന്നുള്ളൊരു പൊസിഷൻ എടുക്കും? അതെടുക്കില്ല. മനസ്സിലായില്ലേ? ജസ്റ്റ് അങ്ങ് പറഞ്ഞു പോകുന്നു എന്നുള്ളതല്ലാതെ അതിൽ ഒരു പ്രോആക്റ്റീവായിട്ടുള്ളൊരു ആക്ഷനിലേക്ക് വരില്ല. ആക്ച്വലി ഡിപ്രഷൻ കേസസ് ഈ പറയുന്ന പോലെ നമുക്കിപ്പോ ഇത് കോൺവെർസേഷൻ ശ്രദ്ധിച്ചാൽ തോന്നിയ 10 പേരിൽ 5 പേർക്കെങ്കിലും ഡിപ്രഷൻ ആണെന്നൊരു ഫീലാണ് നമുക്ക് പൊതുവെ കിട്ടുന്നത്. ബിക്കോസ് എവറിബഡി ഈസ് യൂസിങ് ദ ടേം, എനിക്ക് ഡിപ്രഷൻ ആണ്, അങ്ങനെയാണ്, അങ്ങനെ. പക്ഷെ അതുപോലെ ഒരു ആക്ച്വൽ നമ്പറിൽ ഇൻക്രീസ് വന്നിട്ടില്ല എന്നാണ് ഡോക്ടർ പറയുന്നത്. അപ്പോൾ ഈ പറയുന്നതെല്ലാം ഒരു ക്ലിനിക്കൽ ഡിപ്രഷൻ ആകണം എന്നില്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. മനസ്സിലായില്ലേ? ഇപ്പോൾ ഇതിലിപ്പോൾ
നമുക്കൊരു നഷ്ടം ഉണ്ടാവുന്നു, ഒരു പരീക്ഷയ്ക്ക് തോക്കുന്നു, അല്ലെങ്കിൽ ഒരു ലവ് ഫെയിലിയർ ഉണ്ടാവുന്നു, നാച്ചുറലി യു വിൽ ബി ഡിപ്രസ്ഡ്. മനസ്സിലായില്ലേ? അതെ, അത് ക്ലിനിക്കലായിട്ട് പോകുന്നത് ആ ഡിപ്രഷൻ കൊണ്ട് അതിൻ്റെ ഡിഗ്രി ഓഫ് ഡിപ്രഷൻ എത്രയുണ്ട്, അതിൻ്റെ ഡ്യൂറേഷൻ എത്രയുണ്ട്, അതെന്തുമാത്രം നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിനെ ബാധിക്കുന്നു, ഇതെല്ലാം ബേസ് ചെയ്തിട്ടാണ്. ജനറലായിട്ട് സയൻറ്റിഫിക്കായിട്ട് പറയുന്നൊരു കണക്ക് 2 ആഴ്ചയിൽ കൂടുതലുള്ള ഒരു ഡിപ്രസീവ് ഫീലിംഗ്, ആ ഡിപ്രസീവ് ഫീലിങ്ങിനോടനുബന്ധിച്ചിട്ട് ഒന്നിലും എനിക്ക് സന്തോഷം കിട്ടാത്തൊരവസ്ഥ, ഉറക്കമില്ലാത്ത അവസ്ഥ, ആരോടും മിണ്ടണം എന്നുള്ള തോന്നലില്ലാത്ത അവസ്ഥ, ആ വിഷാദാവസ്ഥ കൊണ്ട് എനിക്ക് ജീവിക്കണമെന്ന് തന്നെ ഇല്ല എന്നുള്ള രീതിയിലുള്ള ചില സൂയിസൈഡൽ തോട്ട്സ്. അപ്പോൾ അതിൻ്റെ ഡിഗ്രി വളരെ വ്യത്യാസപ്പെട്ടു, ഡ്യൂറേഷൻ വളരെ വ്യത്യാസപ്പെട്ടു. ആൻഡ് ഐ ഡോണ്ട് ഫീൽ ബ്രൈറ്റർ അറ്റ് ഓൾ വിത്ത് എനിത്തിങ്. അപ്പോൾ അത് ദർ ഇസ് എ പ്രോബബിലിറ്റി ഓഫ് എ ക്ലിനിക്കൽ ഡിപ്രഷൻ ദെയർ. അതും അല്ലെങ്കിൽ ഇപ്പം നമുക്കൊരു ഒരു ഒരു ട്രാൻസിയൻ്റ് ആയിട്ടുള്ള സ്ട്രെസ്സിൽ നിന്ന് വരുന്നൊരു ഡിപ്രഷൻ മേ ബി യു ഗെറ്റ് ബെറ്റർ വെൻ യു ആർ ഇൻ കമ്പനി ഓഫ് സംബഡി ഹു ഈസ് വെരി റിയഷ്വറിങ്. അതും അല്ലെങ്കിൽ ടൈം പോകുന്നതിനനുസരിച്ചിട്ട് കാലം അതിൻ്റെ ശുശ്രൂഷകനായിട്ട് മാറിയിട്ട് ഒരു ഫിക്സ് പീരീഡ് കഴിയുമ്പോഴേക്കും യു ഫീൽ ഗുഡ് ആൻഡ് മൂവ് ഓൺ. ആ മൂവ് ഓൺ ഇല്ലാതെ നമ്മൾ ആ ഒരു വിഷാദാവസ്ഥയിൽ തന്നെ തളയ്ക്കപ്പെട്ട് കിടക്കുന്ന ഒരു സാഹചര്യം വരുന്നുവെങ്കിൽ still it may not be depression, but there is a probability of depression, and that warrants for seeking help, some sort of a help. അപ്പോൾ ഡോക്ടർ ഇപ്പൊ പറഞ്ഞതാണ് ഡിപ്രഷന്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ക്ലിനിക്കൽ ഡെഫിനിഷൻ ഓഫ് ഡിപ്രഷൻ. ഇത്ര കൂടുതൽ സമയം, അതെ, the intensity is higher, it affects your daily activities, it is noticeable to people also that you have withdrawn. നമ്മുടെ സോഷ്യൽ ഇതിൽ നിന്നൊക്കെ വിഡ്രോ ചെയ്തിട്ട് നമ്മുടെ ബിഹേവിയറിൽ അതിൻ്റെ വ്യത്യാസങ്ങൾ വന്നു, നമ്മൾ ഉൾവലിയുന്നു, നമുക്ക് ചെയ്യേണ്ട ജോലികളൊന്നും ചെയ്യാനായിട്ട് ഈ ഡിപ്രഷൻ ഒരു ഹാൻഡ് ബ്രേക്ക് ഇട്ട വണ്ടിയെ പോലെ നമുക്ക് തടസ്സങ്ങളുണ്ടാക്കുന്നു. ആൻഡ് ഇറ്റ് ഗോസ് ഓൺ വിതൗട്ട് റെസൊല്യൂഷൻ. അപ്പോൾ ഒരു ക്ലിനിക്കൽ ഡിപ്രഷൻ്റെ പോസിബിലിറ്റിയെക്കുറിച്ച് ആലോചിക്കേണ്ടി വരും. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവാം, നമുക്ക് അറിയില്ല, പക്ഷെ എന്തെങ്കിലും ഒരു സയൻസ് ഉണ്ടാവില്ല, യു ക്യാൻ മാനേജ്. ബട്ട് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെൻ ടു സീക്ക് പ്രൊഫഷണൽ ഹെൽപ്പ്, അതെന്താ ഉള്ളൊരു ആൾക്കാർക്ക് എളുപ്പം മനസ്സിലാവുന്ന എന്താണ്? അല്ല, വളരെ സിമ്പിളായിട്ട്, ഇഫ് ഇറ്റ് ഈസ് അഫക്റ്റിംഗ് യുവർ ഡെയിലി റൂട്ടീൻസ് ആൻഡ് ഇഫ് യു ആർ വിഡ്രോയിങ് ഫ്രം സോഷ്യൽ കണക്ടിവിറ്റി ആൻഡ് ഇഫ് യു ആർ ടോർമെൻറ്റഡ് വിത്ത് suicidal feelings, not worthy enough to live, and if it is affecting your sleep, if it is affecting your appetite. See, there are instances where people have lost weight even up to 10 kg just because of depression. നമ്മുടെ അടുത്ത് വരെ കിട്ടുന്നത് പലപ്പോഴും ബാക്കി എല്ലാ ഇൻവെസ്റ്റിഗേഷനും കഴിഞ്ഞ് ക്യാൻസർ മാർക്കേഴ്സ് അടക്കം ചെക്ക് ചെയ്തതിന് ശേഷം നത്തിങ് ഇസ് ദെയർ എന്ന് പറഞ്ഞിട്ട് എവാലുവേഷൻ വരുമ്പോഴാണ് person is going through a clinical depression, severe depression, to the extent that he has lost interest in eating, he has lost appetite, he has lost sleep. And you ask him, he says, എനിക്ക് പണ്ടത്തെ പോലെ ഒന്നിലും താല്പര്യമില്ല, ഭയങ്കര തളർച്ചയാണ്, എനിക്ക് ആകെ വിഷമാണ്, പണ്ട് ഞാൻ ടെലിവിഷൻ സീരീസൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തതാണ്, ക്രിക്കറ്റ് കളി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ മുന്നിൽ നിന്ന് മാറില്ല, ഞാൻ ആ വശത്തേക്ക് തിരിഞ്ഞു നോക്കണില്ല, എനിക്കൊന്നിലും താല്പര്യമില്ല. ഈ തരത്തിലുള്ള ഫീച്ചേഴ്സ് എല്ലാം അപ്പോഴാണ് പറയുക. മനസ്സിലായി? ചിലപ്പോൾ ഒരു സ്ട്രെസ് ഉണ്ടാവണമെന്നില്ല. അപ്പം നമ്മളൊരു ജനറ്റിക് ഹിസ്റ്ററി ഉള്ള ഒരാൾക്ക് ചിലപ്പോൾ ഒരു സ്ട്രെസ് എന്ന് പറയുന്ന ഒരു ട്രിഗർ മാത്രമായിരിക്കാം. മേ ബി ഹി ഹാഡ് ലോസ് സം മണി ഇൻ ഷെയർ മാർക്കറ്റ്. പക്ഷെ അയാൾ പറയും അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നണില്ല, ഇതിന് മുമ്പും പറ്റിയിട്ടുണ്ട്, അതൊരു ട്രിഗർ മാത്രമാവുന്നുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാ ഡിപ്രഷനിലും ഐഡൻറ്റിഫയബിൾ ആയിട്ടുള്ളൊരു ലൈഫ് ഇവൻ്റ് ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. എസ്പെഷ്യലി ഒരു ജനറ്റിക് ആവുമ്പം ഒരു ട്രിഗർ വരുമ്പോഴേക്കും നമ്മുടെ ബ്രെയിനിൽ ഈ ഡിപ്രഷൻ സെറ്റ് ചെയ്യുന്ന കെമിക്കൽ പ്രോസസ്സ് ഓണായി, ആൻഡ് യു ഫോൾ ഡിപ്രസ്ഡ്, യു ഫോൾ സിക്ക്. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിൽ
സൈക്കോ സോഷ്യൽ ഫാക്ടേഴ്സും ബയോളജിക്കൽ ഫാക്ടേഴ്സും തമ്മിലുള്ളൊരു എന്താ പറയുക ഒരു അൺഹെൽത്തി സിംഫണി ഉണ്ടാവും, മനസ്സിലായി. Wrong interaction. There is an unhealthy symphony happening between the biological predisposing factors and psychosocial predisposing factors. But psychosocial factors are not the reason. നമുക്ക് പറ്റുന്നൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നുകിൽ ഇല്ലെങ്കിൽ ഓവറായിട്ട് സൈക്കോളജൈസ് ചെയ്യും, അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഫാക്ടേഴ്സിന് പ്രോമിനൻസ് കൊടുക്കും, ആ തരത്തിലുള്ളൊരു ഫണ്ടമെൻ്റലിസത്തിലേക്ക് പോകും. അതുമല്ലെങ്കിൽ ബയോളജിക്കൽ ഫണ്ടമെൻ്റലിസത്തിലേക്ക് പോകും. എവറിതിങ് ഈസ് ന്യൂറോ കെമിസ്ട്രി എന്ന് പറയും, മനസ്സിലായില്ലേ? ഇറ്റ് ഈസ് നോട്ട് ദാറ്റ്. മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ബയോ സൈക്കോ സോഷ്യലാണ്. അതിൻ്റെ ഒരു എന്താ പറയുക ഒരു അതെ ഇൻ്റർപ്ലേ ആണ്. ആൻഡ് ഐ വുഡ് സേ ദാറ്റ് ഇറ്റ് ഇസ് ആൻ അൺഹെൽത്തി symphony happening, probably making the person slip into a clinical state. പക്ഷേ നമുക്കുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പാർട്ട്മെൻ്റലൈസ് സ്പെഷ്യലിസ്റ്റ് വിതൗട്ട് മൾട്ടി ഡയമെൻഷണൽ ഓറിയൻറ്റേഷൻ വരാത്ത ആളുകൾ വരുമ്പോഴേക്കും അവരവരുടേതായിട്ടുള്ള സ്പെഷ്യാലിറ്റിയിൽ നിന്നുകൊണ്ടുള്ളൊരു ഫണ്ടമെൻ്റലിസം വരും. മെൻ്റൽ ഹെൽത്തിനെ സംബന്ധിച്ചുള്ള ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കയറി അവരുടെ ഫണ്ടമെൻ്റലിസം പറയും, മനസ്സിലില്ലേ? സ്പിരിച്വൽ ഫണ്ടമെൻ്റലിസം ഉണ്ടാവും, അല്ലെങ്കിൽ വേറെന്തെങ്കിലും എന്താ പറയുക പാരാനോർമൽ തിയറീസ് പറയും. അങ്ങനെയുള്ള പലതും എനിബഡി ക്യാൻ പ്രോബ്ലി പുട്ട് ഇൻ ദെയർ കോൺട്രിബ്യൂഷൻസ് ദാറ്റ് ദിസ് ഇസ് ദ ഫാക്ട്. ഇറ്റ് ഇസ് നോട്ട് ദാറ്റ്. അത് ആനയെ കാണാൻ കുരുടന്മാർ പോയ പോലെ ഒരു സംഭവമാണ്. യു ഹാവ് ടു ലുക്ക് അറ്റ് ദ ഇൻഡിവിജ്വൽ ഫ്രം ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സ് ആൻഡ് പ്രോബ്ലി ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഹെൽപ്പ്. ഡോക്ടർ, ഇതുപോലെ ഡിപ്രഷനിലുള്ള ഒരാളെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റുമോ? അങ്ങനെ ചോദിക്കാൻ കാരണം ഡോക്ടർ, ചിലർ സൂയിസൈഡ് അറ്റംപ്റ്റ്സ് ഒക്കെ നടത്തി കഴിയുമ്പോഴാണ് അവർക്ക് ഡിപ്രഷൻ ആയിരുന്നു. അപ്പൊ ചിലർ പറയും ഇന്ന് ഹോൾ ഡേ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരുന്ന ആളാണ്, രാത്രി പോയി സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തുന്നു. അപ്പൊ അങ്ങനെ വിസിബിളി നമുക്ക് സിംറ്റംസ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുമോ ഒരാളിൽ? ഇഫ് സംബഡി ഈസ് ഗോയിങ് ത്രൂ ഡിപ്രഷൻ എന്നുള്ളത് നമ്മൾ എങ്ങനെ തിരിച്ചറിയാം വിസിബിൾ സിംറ്റംസ് ഇല്ലെങ്കിൽ? വിസിബിലിറ്റി ഇപ്പോൾ ഈ മെൻ്റൽ ഹെൽത്ത് ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിനെ കുറിച്ചിട്ട് പറയാറുണ്ട്. അതിൽ 3 കമ്പോണൻറ്റാണ് പറയുക. ലുക്ക്, ലിസൺ ആൻഡ് ലിങ്ക് എന്ന് പറയും. ഈ ലുക്ക് എന്ന് പറഞ്ഞാൽ കണ്ണ് വെച്ചല്ല കാണുന്നത്, മനക്കണ്ണ് വെച്ചാണ് കാണേണ്ടത്. മനക്കണ്ണ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട ആളിലെങ്കിലും ഡിപ്രഷൻ്റെ സിംറ്റംസ് നമുക്ക് കാണാൻ പറ്റും. പണ്ടത്തെ പോലെ പ്രസരിപ്പില്ല, പണ്ടത്തെ പോലെ കലവില പറയാൻ വരുന്നില്ല, ഉള്ളുവലിയുന്നു. ഒരു പത്ര ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ എപ്പോഴും വന്നിട്ട് ചായ കുടിക്കുമ്പോഴൊക്കെ കുറേ ജോക്സൊക്കെ പറയുന്നയാൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നു. ഹി ഓർ ഷീ ഡ്രസ്സസ് ഷാബ്ലി, പഴയ പോലെ ചിരിക്കുന്നില്ല, പഴയ പോലെ ഇനീഷ്യേറ്റീവ്സിലേക്ക് വരുന്നില്ല. പണ്ട് എല്ലാവരും കൂടെ ഒരുമിച്ചിട്ട് ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ ഇതിനൊക്കെ പോകുമ്പോഴേക്കും ഞാൻ വരണില്ല എന്ന് പറഞ്ഞ് ഉൾവലിയുന്നു. ഇടയ്ക്കൊക്കെ എന്ത് ജീവിതം എന്നുള്ള ചില സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്നു. ആളുടെ ബോഡി ലാംഗ്വേജ് സ്ലോ ആവുന്നു. ആൻഡ് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഭൂരിപക്ഷം സന്ദർഭങ്ങളിലും ദർ ഇസ് എ ലൈഫ് ഇവൻറ്റ് ദാറ്റ് ഹസ് ട്രിഗേർഡ് ദാറ്റ് ഓൾസോ. അപ്പോൾ അത് മനക്കണ്ണ് തുറന്നിട്ട് കണ്ടാലാണ് ഈ ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റുള്ളൂ, മനസ്സിലായില്ലേ? ഇതേ വ്യക്തി ഒരു സൂയിസൈഡൽ അറ്റംപ്റ്റ് കഴിഞ്ഞു അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും റെട്രോസ്പെക്റ്റീവായിട്ട് നമുക്കിതെല്ലാം കാണാൻ പറ്റും. ഇപ്പം എനിക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ മഹിമ കണ്ടിട്ടുണ്ടാവും. ഇല്ലില്ല, ഞാൻ ഈ ചേഞ്ചസ് കണ്ടു. all of you sit together and put your head together and you start saying that yes, I saw that this man showed this and pull all these things. ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതിലുണ്ടാവും. അത് നേരത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഒരുപക്ഷെ ഒരു സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വം, ഒരു വ്യക്തി ജീവിക്കുന്ന ആ കൊച്ചു ലോകത്തിലുള്ള മറ്റുള്ളവരുടെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം ഇല്ലാതെ വരുമ്പോഴാണ് മിസ് ചെയ്തു പോകുന്നത്, ഈ തരം മാറ്റങ്ങൾ മിസ് ചെയ്തു പോരുന്നത്. ഇപ്പോൾ ഒരു കുട്ടിക്ക് പ്രോബ്ലം വരുമ്പം മാറ്റങ്ങളുണ്ടാവാം, മാറ്റങ്ങളുണ്ട്. നല്ലോണം പഠിച്ചിട്ടുള്ള കുട്ടി പഠിക്കില്ല, ക്ലാസ്സിൽ ഇന്നറ്റൻറ്റീവ് ആവും.
എഴുന്നേൽപ്പിച്ച് നിർത്തി കഴിഞ്ഞാൽ പണ്ട് പയറ് പോലെ നിന്ന് കുട്ടി പെട്ടെന്ന് കരയാൻ തുടങ്ങുന്നു. അധ്യാപകന് തിരിച്ചറിയാൻ പറ്റില്ലേ? വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ പോലെ ഭക്ഷണം കഴിക്കുന്നില്ല, കളിക്കാൻ പോകുന്നില്ല, പുന്നാരം പറയാൻ വരുന്നില്ല. മാതാപിതാക്കൾക്ക് തിരിച്ചറിയാൻ പറ്റില്ലേ? രണ്ടു കൂട്ടരും ശ്രദ്ധിക്കില്ല. സാരമില്ല, കുട്ടിയല്ലേ. വെൻ സംതിങ് ഡിസാസ്ട്രസ് ഹാപ്പൻ, അയ്യോ ഇതൊക്കെ ഇതിൻ്റെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിഷമിക്കാൻ തുടങ്ങും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ലുക്ക് തന്നെയാണ്, നമ്മുടെ മനക്കണ്ണ് തുറന്ന് കാണണം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലിസനാണ്. എന്ത് പറ്റി ചങ്ങാതി? പഴയ പോലെ അല്ലല്ലോ. പണ്ടത്തെ ഒരു ഉഷാറ് സിത്താരയ്ക്ക് കാണുന്നില്ലല്ലോ. കമോൺ, ദർ ഇസ് സം ചേഞ്ച് ഇൻ യു. ഐ ഹാവ് നോട്ടിസ്ഡ്. ഐ ആം ഹിയർ ടു ലിസൺ ടു യു. ആ ഒരു ഓപ്പണിംഗ് അപ്പിനുള്ളൊരു പ്ലാറ്റ്ഫോം ഡിയർ ആൻഡ് നിയർ കൊടുക്കേണ്ടതുണ്ട്. ആൻഡ് നെവർ ബി ജഡ്ജ്മെൻ്റൽ വെൻ യു ലിസൺ. ആൻഡ് നെവർ ബി ഇംപേഷ്യൻറ്റ് ടു ലുക്ക് അറ്റ് യുവർ വാച്ച്. ആ ഒരു രീതിയിലുള്ള ഒരു എംപതറ്റിക് ആയിട്ടുള്ള വാട്ട് യു ആർ ട്രാവലിംഗ് ത്രൂ, നിങ്ങൾ കടന്നു പോകുന്ന എക്സ്പീരിയൻസ് എന്താണ് എന്നുള്ളത് നമുക്ക് കൂടെ മനസ്സിലാവേണ്ടെന്നുള്ള ആ എമ്പതിയോട് കൂടിയിട്ടുള്ള ആ ഒരു ഇൻവോൾവ്മെൻറ്റിൽ ദാറ്റ് ഹെൽപ്സ്. ലൈക്ക് ക്ലൗഡഡ് ആയിട്ടുള്ള ഒരു സ്കൈ മഴ പെയ്യുമ്പോൾ ഉണ്ടാവുന്ന ക്ലാരിറ്റി പോലെ ചിലപ്പോൾ ഒരു ചെറിയ ക്ലാരിറ്റി വന്നെന്ന് പറയും. പക്ഷെ അതുകൊണ്ട് ചിലപ്പോൾ തീരണമെന്നില്ല. അവിടെയാണ് ലിങ്ക് വരുന്നത്. മേ ബി യു ലൈക്ക് ടു മോട്ടിവേറ്റ് ദാറ്റ് പേഴ്സൺ ഫോർ എ പ്രൊഫഷണൽ ഹെൽപ്പ്. Maybe that person is suffering from some sort of a financial issues. Probably you'll have to connect with somebody who can help him. Maybe the student is suffering because he's doing very badly in maths paper and he is really scared that he is going to fail in 10th standard. Maybe you'll have to connect with a good teacher who can probably pull him up so that he gets reasonable marks and not fail, and probably eliminate his fear. ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പഠിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനു കൊള്ളാം? സർ, അപ്പോൾ നമ്മളുടെ ഒരു പേഴ്സണലി ഒരു സെൽഫ് അനാലിസിസ് അല്ലെങ്കിൽ സെൽഫ് ഡയഗ്നോസിസ് ചെയ്യുന്നത് ഒരു പരിധി വരെ നല്ലതാണോ? ഓർ ഇഫ് യു ഫീൽ ലൈക്ക് ദ സിംപ്റ്റം ഇസ് പെർസിസ്റ്റിംഗ് ഫോർ സം ടൈം, നോട്ട് സീക്കിംഗ് ഹെൽപ്പ് ആൻഡ് യു ആർ ജസ്റ്റ് സെൽഫ് അനലൈസിങ് യുവർ സെൽഫ്, അതിനൊരു ലിമിറ്റ് ഉണ്ടോ? സെൽഫ് അനാലിസിസിന് ലിമിറ്റുണ്ട്. കാരണം മോസ്റ്റ് ഓഫ് ദ മെൻ്റൽ ഫിനോമിനാസ് ആർ സബ്ജക്റ്റീവ്. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷനിൽ പോലും ഈ മെൻ്റൽ ഡിസോർഡേഴ്സിലുള്ള ക്ലിനിക്കലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസസിനെ അൺഎർത്ത് ചെയ്യുന്നത് ഫിനോമിനോളജി എന്ന് പറയാം. ഇഫ് യു ഹാവ് എ ഡെല്യൂഷൻ, ഐ വിൽ ഹാവ് ടു പ്രോബ്ലി ടോക്ക് വിത്ത് യു ആൻഡ് ഫൈൻഡ് ഔട്ട് വെദർ യു ഹാവ് എ ഫോൾസ് അൺഷേക്കബിൾ ബിലീഫ്. അതായത് എന്നെ ആളുകൾ ഉപദ്രവിക്കാൻ വരുന്നു എന്ന് പറയുന്നത്, ആ ഉപദ്രവിക്കാൻ വരുന്നു എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ തോട്ട് അത് ഡെല്യൂഷനാണോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് അത് അതിനുള്ള ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ക്ലിനിക്കൽ അസസ്മെൻറ്റ് പോകുന്നത്. അപ്പോൾ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസസിൻ്റെ കാറ്റഗറൈസേഷനിൽക്കൂടെയാണ് സിംറ്റംസ് വരിക. ഹാലുസിനേഷൻസ്, യു സേ ദാറ്റ് ഐ ആം ഹിയറിങ് വോയിസസ് വെൻ ഐ ആം ദെയർ, ബട്ട് യു ആർ നോട്ട് ഹിയറിങ്. എനിക്ക് മാത്രമേ കേൾക്കുന്നുള്ളൂ. എൻ്റെ ചെവിയിൽ വന്നിട്ട് ആളുകൾ പറയണം നീ ഒരു ബോറനാണ്, നിന്നെ എന്തിനു കൊള്ളാം. കൂടെ ഇരിക്കുന്ന ഭാര്യ കേൾക്കുന്നുണ്ടോ? ഇല്ല. ഓൺലി ഐ ക്യാൻ ഹിയർ. സോ ഇറ്റ് ബിക്കംസ് എ ഹാലുസിനേഷൻ. അപ്പോൾ ആ ഒരു സബ്ജക്റ്റീവ് എക്സ്പീരിയൻസസിൻ്റെ എവാലുവേഷൻ വെച്ചിട്ടാണ് മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷനും ഡയഗ്നോസ്റ്റിക് പ്രോസസ്സും പോകുന്നത്. അപ്പം നമ്മുടെ ഒരു സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് വെച്ചിട്ട് വൈ ആം ഐ ഫീലിംഗ് ലൈക്ക് ദിസ് എന്നുള്ളൊരു അന്വേഷണം ഒരു ക്വസ്റ്റിൽ തെറ്റൊന്നുമില്ല. പക്ഷെ സെൽഫ് ഡയഗ്നോസിസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ തന്നെ ഇതിനുള്ളൊരു സൊല്യൂഷൻസ് സീക്ക് ചെയ്യുമ്പോൾ പ്രശ്നമായി. It's only first point where you start thinking that probably have a problem. അതായത് ഇപ്പോൾ എന്താ എൻ്റെ കൈ കഴുകിയിട്ട് എൻ്റെ കൈ വൃത്തിയായില്ല എന്ന് തോന്നിയിട്ട് ഞാൻ പിന്നെയും കൈ കഴുകുന്നു. വാട്ട് ഇസ് ഇറ്റ് ഐ ആം എക്സ്പീരിയൻസിങ്? സോ യു ആർ ലുക്കിംഗ് ഫോർ ആൻസേഴ്സ് ആൻഡ് യു സഡൻലി പ്രോബ്ലി ഫ്രം ഗൂഗിൾ ഓർ സംവെയർ യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ഈസ് കോൾഡ് ഒബ്സഷൻ. എനിക്ക് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ഉണ്ട്, അതിന് എന്നതൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇഫ് യു റിസൈൻ ടു യുവർ സെൽഫ് ദെൻ ഇറ്റ് ബിക്കംസ് എ പ്രോബ്ലം. മനസ്സിലായി? സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് വെച്ചിട്ട് ക്ലിനിക്കൽ ഇൻറ്റ്യൂഷൻസ് വെദർ ഐ ആം ഹാവിങ് ദിസ് പ്രോബ്ലം ഓർ നോട്ട് എന്ന് പറയുന്നതിൽ മെൻ്റൽ ഹെൽത്തിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഒരുപാട് വെയിറ്റ് ലോസ് വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഡയബറ്റീസ് ഉണ്ടോ അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ടോ എന്നുള്ളത് നമ്മുടെ ഒരു
ഹെൽത്ത് അവെയർനെസ് വെച്ചിട്ട് നമ്മൾ അന്വേഷിച്ച് പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ആ സ്റ്റെപ്പ് ഉണ്ടാവണം. ഇതൊരു എന്താ പറയുക, ഒരു ഒബ്ജക്റ്റീവായിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ് ഇല്ലാത്തൊരു പർട്ടിക്കുലർ ക്ലിനിക്കൽ സ്റ്റാറ്റസ് ആവുകൊണ്ട് പലരും ഈ ഒരു എക്സ്പീരിയൻസ് വന്നിട്ട് ഒന്നില്ലെങ്കിൽ പിയർ ഗ്രൂപ്പിൽ പറയും എനിക്ക് OCD ആടൂ, എനിക്ക് BPD ആടൂ, എനിക്ക് ഡിപ്രഷൻ ആടൂ, അതോടെ തീർന്നു. കേൾക്കുന്ന ആളുകളും ഒരു ലേമൻസിന് പോടൂ, തനിക്കെന്ത് ഡിപ്രഷനാണ്, താൻ പോയിട്ട് വൈകിട്ട് പോയിട്ട് ഏതെങ്കിലും DJ ഒക്കെ ഉള്ളൊരു പാർട്ടിയിൽ പോയിട്ടൊന്ന് തുള്ളിച്ചാടി കഴിഞ്ഞാൽ തീരേണ്ട പ്രശ്നമുള്ളൂ എന്ന് പറഞ്ഞ് ട്രിവിയലൈസ് ചെയ്യും. ബട്ട് മൈ പ്രോബ്ലം ഈസ് നോട്ട് ദാറ്റ്. വെൻ എവരിബഡി സ്റ്റാർട്ട്സ് ട്രിവിയലൈസിങ് മൈ എക്സ്പീരിയൻസ്, ഒരു ജെന്യുവൻലി ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് മിസറബിൾ. യു ജമ്പ് ഇൻ ടു എ ഫീലിംഗ് ദാറ്റ് നോബഡി ഈസ് അണ്ടർസ്റ്റാൻഡിങ് മീ. ഒരു 40+ അല്ലെങ്കിൽ 50+, നമ്മുടെ പേരൻസിന്റെ ഒക്കെ ആ ഒരു ഏജ് ഗ്രൂപ്പ്, they feel like this is more like a western concept, ഒരു foreign concept. When you say that you're feeling low or you think that depressed, ഒരു term യൂസ് ചെയ്യുമ്പോൾ they feel like ഇത് അന്നൊന്നും ഇല്ലായിരുന്നല്ലോ, ഇപ്പൊ പുതുതായിട്ട് വന്നൊരു സംഭവമാണ്, ഇതൊക്കെ കുറച്ച് ഡൈവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറൊരു കാര്യത്തിലൂടെ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ഇറ്റ് വിൽ ചേഞ്ച്. സോ അങ്ങനെ ഒരു ഗ്രൂപ്പിന്റെ സത്യം പറഞ്ഞാൽ എന്താ പറയുന്നത്? അല്ല, ഇത് വെസ്റ്റേൺ ആണോ? നമ്മളെല്ലാവരും കോട്ട് ചെയ്യുകയും പറയുകയും ചെയ്യുന്നതാണ് ഭഗവത്ഗീത. ഭഗവത്ഗീത ഉണ്ടായിട്ടുള്ള കണ്ടക്സ്റ്റ് എന്താണ്? അർജുനൻ വരണ്ടു പോയി, വിഷാദത്തിൽ പോയി, പുള്ളി ടൂൾസ് ഡൗൺ സമരത്തിലേക്ക് പോയി. സംഭവം അമ്പും വില്ലും താഴെ വെച്ചിട്ട് ഞാൻ ഫൈറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് നിന്നപ്പം ഭഗവാൻ കൃഷ്ണൻ അതിൽ നിന്ന് റിവൈവ് ചെയ്തിട്ട് പൊക്കിക്കൊണ്ടുവരാൻ ഉപയോഗിച്ചതാണ് ഇപ്പം നമ്മൾ CBT, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി എന്നൊക്കെ പറയുന്ന സാധനം. സോ നമ്മുടേതായിട്ടുള്ള ചില ഡെല്യൂഷൻസ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് ഇത് വെസ്റ്റേൺ ആണ് എന്ന് പറയാം. ഹ്യൂമൻ ബീയിങ്സ് ആർ യൂണിവേഴ്സൽ അല്ലേ? അതിൽ വെസ്റ്റേണും ഈസ്റ്റേണും ഉണ്ടോ? മേ ബി ദർ ആർ സം കൾച്ചറൽ ഫാക്ടേഴ്സ് വിച്ച് വൺസ് അപ്പോൺ എ ടൈം യൂസ് ടു മിറ്റിഗേറ്റ് ദിസ്. ആ കൾച്ചറൽ ഫാക്ടേഴ്സ് നമുക്ക് പതുക്കെ പോയിക്കൊണ്ടിരിക്കുക, മനസ്സിലായില്ലേ? നമ്മൾ ഫാമിലി സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മ്യൂച്വൽ ബോണ്ടിങ് ഒക്കെ ഉണ്ടായിരുന്നതിൻ്റെ സ്ട്രെങ്ത് ഇപ്പം എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു? അപ്പം നമുക്ക് ഈസ്റ്റേൺ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് പ്രൊട്ടക്റ്റീവായിട്ടുള്ള പല ഫാക്ടേഴ്സും ഇറോഡ് ചെയ്യുന്ന ഒരു കാലത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ഡിപ്രഷൻ വെസ്റ്റേണെന്ന് പറയുന്നത്. യു ഗെറ്റ് മൈ പോയിന്റ്? Human being put into a lonely state, അവൻ്റെ പരിസരം അവനെ ഏകാന്തതയിലേക്കോ ഒറ്റപ്പെടലിലേക്കോ പോകുന്ന രീതിയിലുള്ളൊരു സാംസ്കാരിക മാറ്റം, ഒരു കൾച്ചറൽ ഷിഫ്റ്റ് ഉണ്ടാവുന്ന ഘട്ടങ്ങളിൽ ഇഫ് ഹീസ് എ ഹ്യൂമൻ ബീയിങ് ഹിൽ ബിക്കം ഡിപ്രസ്ഡ്. അതിൽ ഈസ്റ്റും വെസ്റ്റും ഒന്നുമില്ല, ബംഗാളിയും മലയാളിയും ഒന്നുമില്ല. ഇറ്റ് ഈസ് എ ഹ്യൂമൻ പ്രെഡിക്കമെൻറ്റ്. അവൻ്റെ ലാംഗ്വേജാണത്. ചിലപ്പം ലാംഗ്വേജിൻ്റെ ഇഡിയംസ് വ്യത്യാസം വരാം, മനസ്സിലായില്ലേ? അല്ല, ദാറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്കിപ്പോൾ ഒരു വലിയ കമ്മ്യൂണിറ്റി, ഏതാണ്ട് ഒരു 3,60,00,000 അല്ലേ, 3.6 crores ഉള്ളൊരു സൊസൈറ്റിയുടെ മൊത്തം ഹാപ്പിനെസ്സിനെ കുറിച്ചിട്ട് നമുക്കൊരു ജഡ്ജ്മെൻറ്റ് പറയാൻ പറ്റില്ല. നമുക്ക് ചില സോഷ്യൽ ഇൻഡിസസ് വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു മെൻ്റൽ ഹെൽത്ത് ഇൻഡിസസ് വെച്ചിട്ട് നമുക്ക് ഒരു സൂചന പറയാനേ ഉള്ളൂ. ഇഫ് യു ഗോ ബൈ പ്രോബ്ലി ദ സൂയിസൈഡ് റേറ്റ് വിച്ച് ഇസ് 28.5 now per lakh, if you go by the divorce rates which is also escalating, നമ്മുടെ ഡൊമസ്റ്റിക് വയലൻസിൻ്റെ ഡാറ്റ നമ്മൾ വേറെ ആയിട്ട് കമ്പയർ ചെയ്യേണ്ട. നമ്മുടെ ഡാറ്റയാണല്ലോ. അത് ബീഹാറിൽ കൂടുതലാണോ ബംഗാളി കൂടുതലാണോ എന്നുള്ള ക്വസ്റ്റ്യൻ വരേണ്ട. നമ്മുടെ ഡാറ്റ ഈസ് അവർ ഡാറ്റ. അപ്പോൾ ഈ തരം ഡാറ്റകൾ വെച്ച് നോക്കുമ്പം ആൻഡ് വി ഹാവ് ഓപ്പൺലി അഡ്മിറ്റഡ് ദാറ്റ് ദ പെനിട്രേഷൻ ഓഫ് സിന്തറ്റിക് ഡ്രഗ്സ് ഈസ് വെരി ഹൈ. നമ്മൾ തന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഫാക്ടറാണ്. കാരണം നമ്മുടെ ഇവിടെ MDMA പോലുള്ള സാധനങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കയറി വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം ആൻഡ് ലുക്ക് അറ്റ് യൂത്ത് വയലൻസ്. നമ്മുടെ യൂത്ത് വയലൻസ് ഏത് ദിശയിലാണ് പോകുന്നത്? ലുക്ക് അറ്റ് ദ പാറ്റേൺ ഓഫ് ദ യൂത്ത് ക്രൈം. നമ്മൾ അൺബിലീവബിളായിട്ട് തോന്നുന്ന യങ്സ്റ്റേഴ്സ് പോലുമാണ്
കുട്ടിയെ തട്ടിക്കൊണ്ടുപോകൽ പോലെയുള്ള കാര്യങ്ങളിലൊക്കെ ചെന്ന് ചാടുന്നത് ഫോർ മണി, മനസ്സിലായത്. അപ്പം മണി ഡ്രിവൺ, പ്ലഷർ ഡ്രിവൺ ഒരു ഫോക്കസിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പം നാച്ചുറലി ഇത്തരം ഒരു മെൻ്റൽ ഹെൽത്ത് മോശമാണെന്ന് കാണിക്കുന്ന ഇൻഡിസസ് അത് കൂടുതൽ കൂടുതൽ സർഫസ് ചെയ്ത് വരും, മനസ്സിലായില്ലേ. അത് വെച്ച് നോക്കുമ്പം വിൽ ഹാവ് ടു ജനറലി സേ ദാറ്റ് സംതിങ് ഈസ് റോങ്. കാരണം നമ്മുടെ ഒരു ഓവറോൾ ഹാപ്പിനെസ്സിൻ്റെ ഒരു നല്ലതാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വി ഹാവ് എ ഡൗട്ട് എന്ന് തോന്നുന്ന രീതിയിൽ പറയാമെന്നല്ലാതെ നമുക്ക് ജനറലി എവരിബഡി ഇൻ കേരള ഈസ് ഹാപ്പി എന്നൊന്നും പറയാൻ പറ്റില്ല, മനസ്സിലായില്ലേ. നമ്മൾ സാധാരണ ഈ വെസ്റ്റേൺ സൊസൈറ്റിയിൽ കാണുന്നത് you mature, you become rich, you use religion അത് വ്യത്യസ്തകളാവും. യൂറോപ്പ്, അമേരിക്ക റിലീജിയൻ വീടുകളാണ്. നമ്മുടെ ഇവിടെ പലരും you climb the social ladder, വിശ്വാസം പലതും കൂടി വരുന്ന ഒരവസ്ഥ. എല്ലാ റിലീജിയനും തന്നെ ഇവിടെ കാണുന്നത് വിശ്വാസം കൂടി വരിക, കാര്യങ്ങൾ കൂടുതൽ പോവുക, സ്പെൻഡ് മണി ഓൺ ഇറ്റ്. അതൊരു സൊസൈറ്റിയിൽ ഇൻ ദ സ്റ്റേജാണ്. അത് ഡു യു ഫീൽ ദർ ഇസ് എ കോൺഫ്ലിക്റ്റ്? അല്ല, ഇതിൽ എനിക്ക് കോൺഫ്ലിക്റ്റ് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ കേരളം എന്ന് പറയുന്നത് ഒരു കൺസ്യൂമറിസ്റ്റിക് മൈൻഡാണ്. നമ്മുടെ ഇവിടെ ഉള്ളത് ഒരു കൺസ്യൂമറിസ്റ്റിക് ഫെയ്ത്തുമാണ്. വെയറിൻ യു ഹാവ് ഫെയ്ത്ത് ഫോർ വിത്ത് എ പർപ്പസ്. ഐഡിയലായിട്ടുള്ള ഫെയ്ത്തും അല്ലെങ്കിൽ റിലിജിയനും എന്ന് പറയുന്നത് ഫ്രം എ മെൻ്റൽ ഹെൽത്ത് പോയിൻ്റ് ഓഫ് വ്യൂ ഇറ്റ്സ് ഫോർ ഇമോഷണൽ വെൽബീയിങ്. നമ്മുടെ മനസ്സിലെ റിലാക്സേഷനുള്ള, മനസ്സിനെ വെൽബീയിങ്ങിലേക്ക് നയിക്കുന്ന, സ്റ്റെബിലിറ്റിയിലേക്ക് നയിക്കുന്ന ഒരു ടൂളാണ് യഥാർത്ഥത്തിൽ റിലിജിയനും ഫെയ്ത്തൊക്കെ, മനസ്സിലായില്ലേ. ആ രീതിയിൽ അതിന് ഭയങ്കര റെലവൻസും ഉണ്ട്. വി ഓൾ എൻഡോസ് ദാറ്റ് ഓൾസോ. ലൈക്ക് ലുക്ക്, സംബഡി ഹൂ ഹാസ് എ ഫെയ്ത്ത് spending 5 minutes in prayer, or probably going to the Tuesday church and spending some 1 hour there. വല്ലാത്ത ടർബുലൻസ് ഉള്ളപ്പം അറ്റ്ലീസ്റ്റ് കായലിൽ ചാടുന്നതിന് പകരം സംതിങ് എൽസ് ഐ ഹാവ് ടു ഡു എന്ന് പറയുന്ന ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടാക്കാനുള്ളൊരു ടൂളായിട്ടത് വരും, മനസ്സിലായില്ലേ. പക്ഷെ മെനി പീപ്പിൾ ആർ യൂസിങ് ഇറ്റ് ഓൺ എ കൺസ്യൂമറിസ്റ്റിക് ഡയമെൻഷൻ, മനസ്സിലായില്ലേ. അത് നല്ലോണം കേരളത്തിൽ ക്യാപിറ്റലൈസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ലിറ്ററസി ഉപയോഗിച്ചിട്ട് ക്യാപിറ്റലൈസ് ചെയ്യുന്നുണ്ട്. ഒരു പർട്ടിക്കുലർ റിലീജിയസ് സെക്ടറിൻ്റെ മാഗസിൻ കത്തിച്ച് കഴിഞ്ഞാൽ, അത് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ശരിയാവും എന്നൊക്കെ പറയുന്നത് സെല്ല് ചെയ്യുന്നുണ്ടെങ്കിൽ പീപ്പിൾ ആർ എക്സ്പെക്റ്റിംഗ് തിങ്സ് ഔട്ട് ഓഫ് ദിസ്. ഞാനിത് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ കടം തീരും, ഞാനിത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഗൾഫിൽ പോകാൻ വിസ കിട്ടും, ഞാനിത് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ മോളുടെ കല്യാണം നടക്കും. ഫെയ്ത്ത് ഈസ് ഗുഡ്. ആ ഫെയ്ത്ത് നമുക്ക് പ്രത്യാശ ഉണ്ടാക്കുന്ന ലെവലിലാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഒരു പെത്തോളജിക്കൽ സ്റ്റേറ്റിലേക്ക് പോയാൽ എന്ത് ചെയ്യും? ഇതിൻ്റെ ഒരു വലിയ ഒരു ഡിസില്യൂഷൻമെൻ്റ് എന്ന് വെച്ചാൽ ഇവരാരും ഈ ഫെയ്ത്തിനെ കുറ്റം പറയില്ല. ഐ ഹാവ് ഹാഡ് എ മാൻ ഹൂ ഹാഡ് ലോട്ട് ഓഫ് ഫിനാൻഷ്യൽ പ്രോബ്ലംസ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഈ പറഞ്ഞ മാരി എത്തീസൊക്കെ ആയിട്ട് നടന്നയാൾ അവസാനം ഭയങ്കര ഫെയ്ത്തായി. ഫെയ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫെയ്ത്തിൻ്റെ ഒരു ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഭീമാപ്പള്ളിയിൽ പോയി, ചൊവ്വാഴ്ച പള്ളിയിൽ പോയി, എല്ലാ റിലീജിയസ് സെക്ടറിൻ്റെയും പോയി കഴിഞ്ഞിട്ടും അയാളുടെ കടം തീരണില്ല. അൾട്ടിമേറ്റ്ലി അറ്റംപ്റ്റഡ് സൂയിസൈഡ്. ആൻഡ് യു നോ വാട്ട് ഈ സെഡ് ടു മീ? എൻ്റെ പൊന്നു ഡോക്ടറെ, ദൈവം കൂടെ എന്നെ കൈവിട്ടു എന്ന് കണ്ടു കഴിഞ്ഞപ്പം ഐ തോട്ട് ലൈഫ് ഈസ് നോട്ട് വർത്ത് ലിവിങ് എന്നാണ് പറഞ്ഞത്. സ്റ്റിൽ ഹി ഡിഡ് നോട്ട് അഡ്രസ് ഹിസ് ബേസിക് തിങ്, മനസ്സിലായി. അതൊരു പാരഡോക്സിക്കൽ സിറ്റുവേഷനിലാണ് വണ്ടി ഓടുന്നത്. അപ്പോൾ നമ്മുടെ ഒരു കൺസ്യൂമറിസ്റ്റിക് ഫെയ്ത്താണ് പലരുടെയും. വി ഇൻവെസ്റ്റ് ഇൻ ഫെയ്ത്ത് ഹോപ്പിംഗ് ദാറ്റ് വിൽ ഗെറ്റ് റിട്ടേൺസ് ഇൻ എന്താ പറയുക, ഭൗതികമായിട്ടുള്ള റിട്ടേൺസ് കിട്ടും എന്നുള്ള രീതിയിലാണ് പലരും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. വിച്ച് ഈസ് നോട്ട് റൈറ്റ് ഫെയ്ത്ത്. ദാറ്റ് ഈസ് നോട്ട് ഇൻ കീപ്പിംഗ് വിത്ത് ഐഡിയൽ മെൻ്റൽ ഹെൽത്ത് പ്രിൻസിപ്പിൾസ് ദാറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ഓഫ് എ ഫെയ്ത്ത്. ഡിപ്രഷന്റെ കാര്യം പറഞ്ഞാൽ അതുപോലെ കുട്ടികളെ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത്, എസ്പെഷ്യലി പോസ്റ്റ് കോവിഡ് ഒരു ടൈമിൽ ഇപ്പൊ ഗാഡ്ജറ്റ് അഡിക്ഷൻ പറയുന്നുണ്ട്, ഈ പറഞ്ഞ അറ്റൻഷന്റെ പ്രോബ്ലം. സോ ഡോക്ടർ പേഴ്സണലി അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു ഹൈലൈറ്റ് പോയിന്റ് ഉണ്ടോ? ആൻഡ് വാട്ട് ഷുഡ് പേരൻസ് ബി അവെയർ ഓഫ്? പേരൻസ് നോട്ട് ചെയ്യേണ്ട ഇതേപോലെ ഒരു എക്സ്റ്റേണൽ ഹെൽപ്പ്, ഒരു മെഡിക്കൽ ഹെൽപ്പ് സീക്ക് ചെയ്യേണ്ട എപ്പോഴാണ്? ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഞാൻ പറഞ്ഞല്ലോ, പേരൻറ്റിങ്ങിൽ വലിയ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു കുട്ടീനെ വളർത്തുക എന്നുള്ളത്, അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ധാരണ ഭയങ്കരമായിട്ട് കറപ്റ്റഡ് ആയിട്ടുണ്ട്. മനസ്സിലായില്ലേ? നമ്മൾ കൂടുതലും കുട്ടികൾക്ക് സാധനം മേടിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ഐഡിയലായിട്ടുള്ള ഒരു സ്കൂളിൽ അഡ്മിഷൻ മേടിച്ചു കൊടുക്കുന്നു. സോ മച്ച് സോ ഇപ്പോൾ ഒരു 18 വയസ്സുള്ള കുട്ടിക്ക് വേണ്ടത്ര മാർക്ക് കിട്ടിയില്ലെങ്കിൽ ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അഡ്മിഷൻ മേടിച്ചു കൊടുക്കുന്നത് ഒരു ഗിഫ്റ്റായിട്ടാണ് കണക്കാക്കുന്നത്. ആൻഡ് ചിൽഡ്രൻ സ്റ്റാർട്ടഡ് ഡിമാൻഡിങ് ദീസ് തിങ്സ് ഓൾസോ. എന്താ അച്ഛന് ഇന്നടത്ത് എനിക്കൊരു ബിടെക് അഡ്മിഷൻ മേടിച്ച് തന്ന എന്ന തരത്തിൽ വർത്തമാനം പറയുന്ന കുട്ടികളെയും ഇവോൾവ് ചെയ്ത് വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്തുമാത്രം നമ്മൾ മെറ്റീരിയലിസ്റ്റിക് ആയി എന്നുള്ളതാണ്. അപ്പം 5 വയസ്സുള്ളൊരു കുട്ടി അച്ഛനോട് പറയുകയാണ്, അച്ഛാ എനിക്ക് ഒരു കാറ് വേണം, ബാറ്ററി വെച്ചിട്ടില്ല, ഇങ്ങനെ റിമോട്ട് കൺട്രോളുള്ള സാധനം വേണം. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ പൈസ ഇല്ലടമേ. അച്ഛൻ്റെ കയ്യിൽ ആ കാർഡില്ലേ, അത് ആ സാധനത്തിൽ കൊണ്ടുവന്ന് കുത്തി കയറ്റിയ പൈസ വരില്ലേ എന്ന്. ദാറ്റ് ഈസ് വാട്ട് എ 5-year-old ചൈൽഡ് തിങ്സ് അബൌട്ട് ദ ഫാദർ ഗെറ്റിംഗ് മണി. ATM കൊണ്ടുവന്നത് കയറ്റിക്കഴിഞ്ഞാൽ ഉടനെ ചാടി വരുന്നൊരു സാധനമാണ് പൈസ എന്നുള്ളത്. ചിൽഡ്രൻ ആർ നോട്ട് ബീങ് ടോട്ട് മണി സെൻസ്. ദേ ആർ നോട്ട് ബീങ് told how much hard it is for the father or mother to earn this particular money. ഇൻസ്റ്റഡ് എന്താ ചെയ്യുന്നത്? അവരുടെ ലിവിങ് സ്റ്റാറ്റസിൻ്റെയും ഒരുപാട് പടി മേലെയുള്ളൊരു ലിവിങ് സ്റ്റാറ്റസ് ഈ പിള്ളേർക്ക് കൊടുക്കാൻ നോക്കും. ദാറ്റ് ഇറ്റ് സെൽഫ് കറപ്റ്റ്സ്. ഞാൻ ഒരു ഡോക്ടറാണെങ്കിൽ ഇവിടുത്തെ മുന്തിയ ബിസിനസ്സുകാരൻ്റെ മക്കൾ നടക്കുന്ന അതേ സ്റ്റൈലിൽ തന്നെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ കാശ് ബോറോ ചെയ്തിട്ട് സാധനങ്ങൾ മേടിച്ചു കൊടുത്തുകൊണ്ടിരിക്കും. സോ മച്ച് സോ, നീരജ് പറഞ്ഞ പോലെ പല കുട്ടികളും ഒരുപാട് കോണ്ടക്ട് ഡിസോർഡേഴ്സിലേക്ക് വരുന്നുണ്ട്. വെരി അഗ്രസീവ് ആങ്കർ സിൻഡ്രോംസ്, ടു ദ എക്സ്റ്റെൻറ്റ് ദാറ്റ് ഒരു 16-17 വയസ്സൊക്കെ ആകുമ്പോഴേക്കും വീട്ടിലെ എന്താ പറയുക, ഹയറാർക്കിക്കൽ പാറ്റേൺ വരെ അവർ മറിച്ച് തിരിച്ചു വയ്ക്കും. wherein they command. If the parents don't obey, they throw things, they break things, they threaten suicide. ആ ഇമോഷണൽ ബാക്ക് മെയിലിൽ പേരൻസ്, ഞങ്ങൾ എന്നാ ചെയ്യാനാ ഡോക്ടറെ, അവൻ എന്തെങ്കിലും വല്ലതും ചെയ്തു പോയാലോ, പിന്നെ അവന് എന്നെക്കായും തണ്ടെന്ന് ഇടയുണ്ട്, എങ്ങാനും ഒന്ന് തന്നാലോ. And there are situations where 16-year-old children hit parents because ഐഫോൺ മേടിച്ചു കൊടുത്തില്ല, അല്ലെങ്കിൽ ഇത് കൊടുത്തില്ല എന്നൊക്കെ. ബേസിക് ആയിട്ടുള്ള ഫാമിലിയുടെ എക്കണോമിക്സോ അല്ലെങ്കിൽ ആ റിയാലിറ്റീസ് പോലും മനസ്സിലാവാത്ത രീതിയിൽ വളർത്തിയോണ്ടുള്ള പ്രശ്നം അത്. ഡോക്ടറുടെ ഒരു ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിലും മലയാളിയുടെ മാനസികാരോഗ്യത്തിന് വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ലൈക്ക് അതിൻ്റെ ഒരു അവസ്ഥ ഏത് അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? മലയാളി അവരുടെ ഇൻഫർമേഷൻ ക്യാപിറ്റൽ ഭയങ്കരമായിട്ട് കൂടുതലാണ്. ദേ ആർ വെരി ഡയറിങ്, വെരി എൻ്റർപ്രൈസിങ്. ഇപ്പോൾ യങ്സ്റ്റേഴ്സ് പോലും വാട്ട് ഐ അപ്രീഷിയേറ്റ് ഇൻ ദം ഇസ് ദാറ്റ് അവർക്ക് ഈ കാനഡയിൽ പോകാനും UK പോകാനുള്ള ചാനൽസ് എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ നല്ല മിടുക്കുക. ദേ ഹാവ് ദെയർ ഓൺ സ്ട്രാറ്റജീസ് ടു ഗോ വിത്ത് ഓഫ് കോഴ്സ് പ്രോബ്ലി എത്ര പേർക്ക് നല്ല EQ ഉണ്ടെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അവിടെ ചെന്നിട്ടും അവർ EQ ഇല്ലാത്തതുകൊണ്ട് സഫർ ചെയ്യുമെന്നുള്ളതൊരു $1 million ക്വസ്റ്റ്യനാണ്. പക്ഷേ ആ നോഹവ് നല്ലോണം ഉണ്ട്. ഓവർ എ പീരീഡ് ഓഫ് ടൈം എനിക്ക് കണ്ടേക്കുന്ന ഈ പ്ലസ് പോയിൻറ്റ്സിൻ്റെ ഇടയിലും വി ഹാവ് ബിക്കം വെരി വെരി ഇംപേഷ്യൻറ്റ്. നമ്മൾ ആസ് എ സൊസൈറ്റി റോഡിലേക്ക് നോക്കി എന്നെ കാണിക്കുന്ന വണ്ടി ഓടിക്കുന്നവർ ഒട്ടും ക്ഷമയില്ല എല്ലാവർക്കും. ഒരു ഇഫ് യു ലുക്ക് അറ്റ് ദ റോഡ്, ഒരു 80% ഓഫ് ദ പീപ്പിൾ ആർ സോ ഇംപേഷ്യൻ്റ് ഇൻ പ്രോബ്ലി ഓവർടേക്കിംഗ് ദ അതർ പേഴ്സൺ, ഹോങ്കിങ് ദ ഹോൺ. ഈ വക എല്ലാ പരിപാടികളും വെച്ചിട്ട് എന്തൊരു അക്ഷമയാണെന്നറിയോ. ഈ അക്ഷമ ഇഫ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ദെയർ പേഴ്സണൽ ലൈഫ്, ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ് ആൻഡ് ഇറ്റ്സ് എ റിഫ്ലക്ഷൻ ഓഫ് ദെയർ പേഴ്സണൽ ലൈഫ്. നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് എവിഡൻസ് ബേസ്ഡ് ആയിട്ടാണ് റോഡിൽ ഇവർ കാണിക്കുന്ന അക്ഷമ ആൻഡ് ദ ഡിസയർ ടു ജംപ് ട്രാഫിക് സിഗ്നൽസ് ആൻഡ് ബ്രേക്ക് ട്രാഫിക് റൂൾസ്. അതൊരു ഇൻഡെക്സ് ആണെങ്കിൽ അത് പേഴ്സണൽ ലൈഫിൽ ഭയങ്കര അപകടമാണ്.
മനസ്സിലായില്ലേ? രണ്ടാമത്തെ ഡയമെൻഷൻ നമ്മുടെ ഒരു സിസ്റ്റത്തിൻ്റെ പ്രോബ്ലം ആയിരിക്കാം. സെൽഫിഷ്നെസ് കുറച്ച് കൂടിയിട്ടുണ്ട്. അത് നോൺ പ്രൊഡക്റ്റീവ് സെൽഫിഷ്നെസ്സാണ്. ഇൻ ദ ലോങ് റൺ ഇറ്റ് ഡസൻ ഗിവ് ദം എനി ബെനിഫിറ്റ്, ഇറ്റ് ഓൺലി ഡാമേജസ് ദം. ഈ രണ്ട് നെഗറ്റീവ് ട്രേറ്റ്സ് ഭയങ്കരമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ഈ സെൽഫിഷ് ട്രേറ്റ് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ എവിഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രോയിങ് ഗാർബേജ് ഇൻ പബ്ലിക് പ്ലേസ്, ബ്രില്യൻ്റ്ലി തിങ്കിങ് ദാറ്റ് ദെയർ ഹൗസ് ഈസ് പ്രൊട്ടക്റ്റഡ് ഫ്രം ഡെങ്കു. അപ്പോൾ അതിൻ്റെ എവിഡൻസ് അതാണ്, ആ ഒരു സെൽഫിഷ്നെസ്സിൻ്റെ ഒരു എവിഡൻസ് അതാണ്. ഇതൊക്കെ ഭയങ്കരമായിട്ട് കൂടിയുണ്ട്, മനസ്സിലായില്ലേ? കേരളത്തിൽ ഡെഫിനറ്റ്ലി മാറി വരുന്നുണ്ട്. ബിക്കോസ് ഞാൻ MD കഴിഞ്ഞതിന് വന്നതിന് ശേഷം ഞാൻ എടുത്തൊരു ഡിസിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ വിൽ ഓൺലി ഇൻ സിറ്റ് ഹോസ്പിറ്റൽസ് വെയർ ഐ സിറ്റ് വിത്ത് അതർ പ്രൊഫഷണൽസ്. എൻ്റെ നെക്സ്റ്റ് ഡോർ റൂമറ്റോളജിസ്റ്റാണ്, എൻ്റെ ഓപ്പോസിറ്റ് ഡോർ ന്യൂറോ സർജനാണ്. അപ്പം ഞാൻ ഈ ഇത്രയും വർഷക്കാലവും ഞാൻ ഇരുന്നേക്കുന്ന ജനറൽ ഹോസ്പിറ്റലാണ്. മേ ബി ഐ ഹാവ് ലോസ്റ്റ് മണി ബിക്കോസ് ഓഫ് ഇറ്റ്, ബട്ട് ഐ തിങ്ക് ദാറ്റ് ക്യാരിഡ് എ മെസ്സേജ്. മനസ്സിലായില്ലേ? നൗ ഐ സീ പീപ്പിൾ കമ്മിങ് വിതൗട്ട് ഹെസിറ്റേഷൻ ഇൻ കൺസൾട്ടിങ് ഇൻ സച്ച് ഫെസിലിറ്റീസ്. കുട്ടികളെ കൊണ്ടുവരുന്നതിന് വിഷമമൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ ഫെസിലിറ്റീസിൽ ആളുകൾക്ക് വരാൻ മടിയില്ലാതെ ആയി തുടങ്ങിയിട്ടുണ്ട്. ദർ ഇസ് എ ചേഞ്ച്. ഐഡിയൽ ഇതിലേക്ക് വന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെൽ, ദർ ആർ പീപ്പിൾ ഹൂ ആർ സോ മച്ച് ബോതേർഡ് അബൌട്ട് ദെയർ സ്റ്റാറ്റസ് ആൻഡ് അതർ തിങ്സ്, സ്റ്റിൽ എന്താ പറയുക, നെഗോഷിയേറ്റിംഗ്. അവിടെ വന്നാൽ എന്നെ എല്ലാവരും കാണില്ല എന്നൊക്കെ പറഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ പറഞ്ഞിട്ട് യു സീക്ക് സംബഡി ഹൂ സീ അറ്റ് ഹോം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒഴിയും. അങ്ങനെയുള്ളൊരു ഇതുണ്ട്, ആ ഒരു ഇതുണ്ട്. പക്ഷേ ഐ തിങ്ക് തിങ്സ് ആർ ചേഞ്ചിങ്. Do you think social media has played a role? Because these days social media is അധികമായിട്ടും ഈ തെറപ്പി, ഓൺലൈൻ തെറപ്പി സെഷൻസ്, നോട്ട് ജസ്റ്റ് ഓൺലൈൻ തെറപ്പി സെഷൻസ്, ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഇടാറുണ്ട് ഡോക്ടേഴ്സ് ടോക്കിംഗ് അബൌട്ട് മെന്റൽ ഹെൽത്ത്. അപ്പം അതിൻ്റെ ഒരു ഇമ്പാക്റ്റ്, ഒരു ഇൻഫ്ലോ ഓഫ് പേഷ്യൻസ് അടുത്ത് കൂടുതൽ വരാനുള്ള പ്രവണത കൂടി വരുന്നുണ്ടോ ആളുകൾക്ക്? ഈ അവെയർനെസ് ഇപ്പോൾ മറ്റുള്ള അസുഖങ്ങളെപ്പോലെ നമുക്ക് അങ്ങനെ ഒരു ഇക്വേഷനിൽ ഇതിനെ കാണാൻ പറ്റില്ല. കാരണം ഈ സ്റ്റിഗ്മ ഫാക്ടർ ഭയങ്കര കൂടുതലുള്ള ഒരു കണ്ടീഷനിൽ അവെയർനെസ് ഇതുകൊണ്ട് ഹെൽപ്പ് സീക്കിംഗ് ഭയങ്കരമായിട്ട് കൂടണമെന്നില്ല, ബട്ട് ഇറ്റ് ഹെൽപ്സ്. മനസ്സിലായില്ലേ? കാരണം ഇപ്പം പോകുമ്പം ഇതൊക്കെ കണ്ടാലും ഞാൻ കൺസൾട്ട് ചെയ്യപ്പെടുന്നത് കാണുമില്ലയോ എന്നുള്ള വിചാരമുള്ള ആളുകൾ ഇത് ചെയ്യില്ല, എത്ര വീഡിയോ ഉണ്ടാലും. മനസ്സിലായില്ലേ? ബട്ട് ഇറ്റ് ഹാസ് ഹെൽപ്ഡ്. ഈ വീഡിയോസ് വന്നതും അല്ലെങ്കിൽ അവെയർനെസ് വന്നതും എനിക്ക് തോന്നുന്നു ഈ അവെയർനെസ് വന്നതിൻ്റെ ഒരു റിസൾട്ടും കൂടെയാണ് ഈ ഡിപ്രഷനും അല്ലെങ്കിൽ ബൈപ്പോളാറാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ നടക്കാറുണ്ട്. ഞാൻ ബൈപ്പോളാറാണെന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്ന ആളുകളുണ്ട്. ഇതെല്ലാം വന്നേക്കുന്നത് ഇതുകൊണ്ടാണ്. പക്ഷേ എത്രമാത്രം അത് ആക്ച്വലി ഒരു വ്യക്തിയുടെ കൺസൾട്ടേഷനിലേക്ക് വരുന്നു എന്നുള്ളത് ഈസ് സംതിങ് ടു ബി റിയലി എന്താ പറയുക, റിസർച്ച്ഡ് ആൻഡ് ഫൗണ്ട് ഔട്ട്. പക്ഷേ ഇറ്റ് ഹാസ് ഹെൽപ്ഡ്. പബ്ലിക് അവയർനെസ് നല്ലോണം കൂടിയിട്ടുണ്ട്. സാറിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട്, അതായത് ഇപ്പം ആളുകളെ കൺവിൻസ് ചെയ്യിക്കുന്നത് ഒരു സമയത്ത് പ്രയാസമായിരുന്നു, ഇപ്പം കുറച്ചുകൂടെ എളുപ്പമായി, അങ്ങനെ തോന്നുന്നുണ്ടോ? അതായത് നിങ്ങൾക്ക് ഇതാണ് ഇഷ്യൂ എന്നുള്ളത് പണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു മനസ്സിലാക്കിപ്പിക്കാൻ, ഇപ്പം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ആൾക്കാർ, അങ്ങനെ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ട്? അല്ല, ഡിഫറൻസ് കുറച്ചുകൂടെ എളുപ്പമാണത്. ഇപ്പോൾ കുറച്ചുകൂടെ ഈസി ആയിട്ട് പറയാൻ പറ്റും. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും മരുന്നിനോടൊരു റെസിസ്റ്റൻസ് ഉണ്ട്. പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ നാറാണത്ത് ഭ്രാന്തൻ്റെ കഥ പോലെയാണ്. മനസ്സിലില്ല? നാറാണത്ത് ഭ്രാന്തന് വളരെ കഷ്ടപ്പെട്ടിട്ട് കല്ലുരുട്ടി മുകളിൽ കൊണ്ടുവന്ന് കയറ്റി വയ്ക്കുക, എന്നിട്ട് താഴേക്ക് തള്ളിവിടും. ഏതാണ്ട് ഇതേ പ്ലെയിനിലാണ് ഞങ്ങളുടെ പോക്കും. നമ്മൾ ഇത്രയധികം അവയർനെസ്സൊക്കെ ഉണ്ടാക്കി പറഞ്ഞു കൊടുത്ത് അവസാനം മരുന്നൊക്കെ കൊടുത്തിട്ട് അവസാനം ഈ ഡിപ്രഷനെ ട്രീറ്റ് ചെയ്ത കുട്ടിയുടെ പോലെ നമ്മൾ ഈ സാധനം ഉരുട്ടി ഹീലിങ്ങിൻ്റെ ഒരു മല കയറ്റി മുകളിലെത്തിക്കുമ്പോഴേക്കും ആരെങ്കിലും ഇതുപോലെ ഒരു വർത്തമാനം പറഞ്ഞിട്ട് ഒരൊറ്റ ചവിട്ട് കൊടുത്തിട്ട് കല്ല് പൂടുപൂടാന്ന് പറഞ്ഞ് താഴോട്ട് വീഴും. മനസ്സിലായി? അത്തരം ഹാപ്പനിങ്സ് ഇപ്പോഴും കൂടുതലാണ്. ഈ വീഡിയോസൊക്കെ വന്നു കഴിഞ്ഞാൽ ഇനീഷ്യൽ കൺസൾട്ടേഷൻ കഴിഞ്ഞ് ഇതെല്ലാം പറഞ്ഞിട്ട് ഇപ്പോൾ വേറെ ഒരു സ്പെഷ്യാലിറ്റിയിലും ഇത്രയധികം തുടക്കത്തിൽ തന്നെ മരുന്ന് എഴുതുന്ന ഒരു ഘട്ടത്തിൽ ഇത് സൈഡ് എഫക്റ്റ് ആക്കുമോ, ഇത് അഡിക്ഷൻ ഉണ്ടാക്കുമോ എന്ന് ചോദിക്കേണ്ട ചോദ്യം കേൾക്കേണ്ടി വരുന്ന സ്പെഷ്യാലിറ്റീസ് കുറവാണ്. മനസ്സിലായില്ലേ?
then I keep telling, see look, ഇതിൻ്റെ സൈഡ് എഫക്ട്സ് എല്ലാം നോണാണ്, അത് പറഞ്ഞു തരാം. പക്ഷെ നാളെ നിങ്ങൾക്കൊരു ക്യാൻസർ വന്നിട്ട് ഒരു കീമോതെറാപ്പി എടുക്കുമ്പം it may cause side effects to the level that your WBC counts will go to level where it can even take away your life. നിങ്ങൾ എടുക്കാതിരിക്കുമോ? അത് ലൈഫാണ്. ഞാൻ പറയും ഇതും ലൈഫാണ്. ഡിപ്രഷൻ ട്രീറ്റ് ചെയ്ത് പോയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ യുവർ സൺ ഹു ഈസ് ഓൾറെഡി suicidal now, ചിലപ്പം he will also succumb to death on his own. It might take 3 weeks time. ആൻറ്റിഡിപ്രസൻസിനും മിക്കവാറും മരുന്നുകൾക്കൊരു ലേറ്റൻറ്റ് പീരീഡ് ഓഫ് ആക്ഷൻ ഉണ്ട്. ഇറ്റ്സ് നോട്ട് ക്യൂക്ക്. പാരസെറ്റമോൾ കഴിക്കണ പോലെ പനി പെട്ടെന്ന് കുറയുകയല്ല ചെയ്തത്. വെൻ യു ടേക്ക് എ മെഡിസിൻ ഇറ്റ് ടേക്സ് ടൈം. അപ്പോൾ ആ സമയത്ത് അവരുടെ വിജിലൻസും വളരെ പ്രധാനമാണ് ടിൽ ഹി ഗെറ്റ്സ് ബെറ്റർ. നമ്മുടെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ ഹെൽത്ത് കെയർ ആയാലും അതെ, പൈസ ഉണ്ടാക്കുന്ന കാര്യത്തിലാണെങ്കിലും കുറുക്ക് വഴികൾ ട്രൈ ചെയ്യുമ്പോൾ നമ്മുടെ കോമൺ സെൻസ് ഒരിക്കലും എക്കണോമിക് സെൻസ് ഒന്നും ഒട്ടും വർക്ക് ചെയ്യില്ല. ഇപ്പം ഞാൻ നാളെ ഒരു വ്യാജവേഷം കെട്ടിയിട്ട് സ്കിസോഫ്രീനിയയ്ക്ക് 2 മാസത്തിനുള്ളിൽ ഹീലിംഗ് നൽകാവുന്ന ഒരു അത്ഭുതം വരുന്നുണ്ടെന്ന് കുറച്ച് പരസ്യം 3-4 വീഡിയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് 2 വർഷം കൊണ്ട് അല്ലെങ്കിൽ 1 വർഷം കൊണ്ട് ഞാൻ ഇത്രയും കാലം ഉണ്ടാക്കിയ കാശിൻ്റെ ഇരട്ടി ഉണ്ടാക്കാം. People will come because people wants to come. People want to come for quick remedies like this. പൈസയുടെ കാര്യത്തിലും അത് തന്നെയാണ്, മനസ്സിലായില്ലേ? നമ്മുടെ ഒരു കൾച്ചറിൽ നമ്മളൊക്കെ പറയുന്നത് നമ്മുടെ പ്രോബ്ലം നിയോ പുവറാന്ന് പറയും. എന്താണ് ഈ നിയോ പുവറിൻ്റെ പ്രൊഫൈല്? നോക്കിക്കഴിഞ്ഞാൽ നല്ല വീടുണ്ടാവും, മൊത്തം കടമാണ്, അവന് താങ്ങാൻ പറ്റാത്ത സ്ക്വയർ ഫീറ്റിലായിരിക്കും പണിതേക്കുന്നത്. ഇൻഫാക്ട് മീ ആൻഡ് ശരത്ചന്ദ്രൻ wrote a play on this also, റേഡിയോ പ്ലേ. ലോൺ അടയ്ക്കാൻ പറ്റൂ. ഇനി ഇവനൊരു പെങ്കൊച്ചുണ്ടെങ്കിൽ അതിൻ്റെ കല്യാണം വന്നു കഴിഞ്ഞാൽ സ്ത്രീധനായിട്ടും കല്യാണത്തിൻ്റെ സെലിബ്രേഷനൊക്കെ ആയിട്ട് പൈസ ഡ്രെയിൻ ചെയ്തു പോകും. ഇതെല്ലാം വന്നിട്ട് ഈ കടത്തിൻ്റെ തിരിച്ചടവുകളെല്ലാം തീർന്നു കഴിയുമ്പോഴേക്കും 10ാം തീയതി ആകുമ്പോഴേക്കും ഹി ബിക്കംസ് എ നിയോ പുവർ. 15ാം തീയതി ഇവനൊരു ഹാർട്ട് അറ്റാക്ക് വന്ന് അവന് പൈസ എവിടെ നിന്ന് വരും? ബ്ലേഡ് കമ്പനിയിൽ നിന്ന് എടുക്കണം. ഹി ബിക്കംസ് എ ഡെറ്റർ. അവൻ്റെ മുമ്പിലേക്കൊരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ പെട്ടെന്ന് കാശുണ്ടാക്കാം എന്ന് പറയുന്ന രീതിയിലേക്ക് ഒരു സംഗതി വന്നു കഴിഞ്ഞാൽ അവന് പിന്നെ ലോജിക്കൊന്നുമില്ല. ആ തരത്തിലുള്ള ആളുകൾ ധാരാളം കേരളത്തിലുണ്ട്. ഇത്രയും എക്സ്റ്റെൻഡ് പോയില്ലെങ്കിലും ആ തരത്തിലുള്ള ആളുകൾ ധാരാളം ഉണ്ട്. അവരെ ക്യാഷ് ചെയ്തിട്ടാണ് നമ്മുടെ 600 രൂപ ടിക്കറ്റ് ലോട്ടറി സർവൈവ് ചെയ്യുന്നത്. ആ ഒരു വൾണറബിലിറ്റിയിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ലോട്ടറീസ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? അപ്പോൾ ആ ഒരു നിയോ പുവറിൻ്റെ ഒരു കേന്ദ്രമാണ് കേരളം. യു ടോക്ക് ടു എനിബഡി, വേരിയിങ് ഷെയ്ഡ്സിലും ഡിഗ്രീസിലും ഈ തരം പ്രശ്നങ്ങളുണ്ട്, മനസ്സിലില്ല. ആൻഡ് വാട്ട് ഈസ് ദ ലെവൽ ഓഫ് ഹാപ്പിനെസ്? ദേ ആർ ഓൾവേസ് അണ്ടർ സ്ട്രെസ്, ദേ ആർ ഓൾവേസ് ആങ്ഷ്യസ്, ദേ ആർ ഓൾവേസ് വെറീഡ് അബൌട്ട് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ നെക്സ്റ്റ് ഇഫ് ആൻ അൺഫോർസീൻ തിങ് കം. മുള്ളുമ്മയാണ്, മനസ്സിലായില്ലേ? ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് എ ബിസിനസ്മാൻ ഹു ഈസ് ഇൻവെസ്റ്റിംഗ് ഫോർ ഹിസ് ബിസിനസ് ഡെവലപ്മെൻറ്റ് wherein he anticipate return from the loan taken and repayment. നമ്മൾ സാധാരണ മിഡിൽ ക്ലാസ് ആളുകൾ എന്തുമാത്രം അൺപ്രൊഡക്റ്റീവായിട്ടുള്ള ലോൺസ് എടുക്കുന്നത്, വിച്ച് ഈസ് നോട്ട് പേയിങ് ദം ബാക്ക്. ദാറ്റ് ടു ഫോർ തിങ്സ് വിച്ച് ദേ കനോട്ട് അഫോർഡ്, ജസ്റ്റ് ടു ഷോ പീപ്പിൾ. കൊച്ചിയിലൊക്കെ ഒരു വീട് പണിതിട്ട് ഒരു ബാൽക്കണി വെച്ചിട്ട് എന്താ കാര്യം? കൊതുക് കടിച്ചിട്ട് ഇരിക്കാൻ പാടില്ല. സ്റ്റിൽ പീപ്പിൾ കൺസ്ട്രക്ട് എ പലേഷ്യൻ ബാൽക്കണി. അതാണ് നമ്മുടെ സൈക്കോളജി. എന്തിനാ ഈ ബാൽക്കണി? എനിക്ക് ബാൽക്കണി ഉണ്ടെന്ന് കാണിക്കാൻ. ഈ ബാൽക്കണി പണിയുന്നതിന് എത്ര കാശാണ് പോകുന്നത്?
അതിൻ്റെ EMI അടയ്ക്കണ്ടേ? അപ്പം അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് പറയുമെന്ന് കരുതിയാണ് പൊതുവെ എല്ലാവരുടെയും ഒരു ജീവിതം അവസാന കാലം വരെ പോകുന്നത്. അത് പൊതു സമൂഹം മലയാളികളുടെ മാത്രം ഒരു പ്രത്യേകതയായിരിക്കില്ലല്ലോ സർ. അല്ല, തമിഴ്നാട്ടിൽ നോക്കൂ. തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ കാശുകാരനും ചെറിയ വീടാണ്. മിക്കവാറും അവൻ്റെ വീടിൻ്റെ മുമ്പിൽ ആദ്യത്തെ മുറിയിൽ പശുവായിരിക്കും. യു ട്രാവൽ ടു തമിഴ്നാട്, ഭയങ്കര റിച്ചായിട്ടുള്ള അവൻ്റെ മുമ്പിൽ എന്താ പറയുക, അവൻ ചെയ്യുന്ന ചിലപ്പം മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ഇതിൻ്റെ ടെക്സ്റ്റൈലായിരിക്കാം. നമ്മുടെ ഇവിടെ പല കടകളിലേക്കും സപ്ലൈ ചെയ്യുന്ന അവരായിരിക്കാം. വീട് വളരെ യൂട്ടിലിറ്റേറിയനാണ്. വീട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇത്രയും കാശുണ്ടെന്ന് തോന്നില്ല. കായസഞ്ചിയിലേ നടക്കുള്ളൂ. ഇത് മലയാളികളുടെ മാത്രം ഒരു പ്രശ്നമാണ്. എനിക്ക് തോന്നണത് നമുക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്നാണ് തോന്നണേ. അത് പ്രത്യേകിച്ച് കൂടിയിട്ടുണ്ട്. നമ്മുടെ ഒരു കൺസ്യൂമറിസ്റ്റിക് ഇത് വന്നത്. എനിക്കൊരു ഈ കൺസ്യൂമറിസം വല്ലാണ്ട് കൂടിയേക്കുന്നത് നമ്മുടെ ഒരു ഗൾഫ് ബൂം വന്നതിന് ശേഷമാണ്. അതിനു മുമ്പ് അത്രയും പ്രശ്നമില്ലായിരുന്നു. ഗൾഫും ബൂം വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെക്കാൾ അത്രയ്ക്ക് വരുമാനം ഇല്ലാത്ത സ്കിൽ ലേബറേഴ്സും അവരെല്ലാം പോയിട്ട് അവിടെ നിന്ന് പോയിട്ട് ടെലിവിഷൻ കൊണ്ടുവരണു, വലിയ വീട് വയ്ക്കണു, അത് വയ്ക്കണു, അങ്ങനെയുള്ള ഇത് വന്നതോട് കൂടിയിട്ട് ബാക്കിയുള്ള ആളുകളുടെ ഇടയിലും ആ കൺസ്യൂമറിസത്തിൻ്റെ ഒരു ഇത് ഭയങ്കരമായിട്ട് കൂടി. ഗൾഫ് ബൂം കൊണ്ട് ഒരുപാട് ഗുണമുണ്ട്. പക്ഷേ പ്രോബ്ലി വി ഹാവ് നോട്ട് ബീൻ ഏബിൾ ടു മാനേജ് പ്രോബ്ലി ദ മെൻ്റൽ ഹെൽത്ത് ഡയമെൻഷൻ. അതിൻ്റെ ഒരു എൻവിയും അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ ലെവലിലുള്ള കാര്യങ്ങളൊന്നും അത്ര ഭംഗിയായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് തോന്നണില്ല. അപ്പോഴേക്കും നമ്മുടെ സ്റ്റൈലിഷ് ലിവിങ് എന്ന് പറയുന്നതിൻ്റെ ബെഞ്ച് മാർക്ക് അതായി. ഈ ഗൾഫുകാർ പണിത വീടുകളായി. അതിനുശേഷമാണ് നമ്മുടെ മതിലുകൾ നോക്കിയേ. പല വീടുകളുടെ മതിലുകൾ നോക്കി. അതെ, എനിക്ക് തോന്നുന്നു ഒരു ഹൗസ് കൺസ്ട്രക്ഷൻ ആർക്കിടെക്ചറിലൊരു ഭയങ്കര ഷിഫ്റ്റ് ഇഫ് യു ക്ലോസ്ലി ഒബ്സർവ് പ്രീ ഗൾഫ് ബൂം വേഴ്സസ് പോസ്റ്റ് ഗൾഫ് ബൂം പീരീഡ് നോക്കിക്കഴിഞ്ഞാൽ കാണാം. അൺനെസസറി എക്സ്പെൻഡിച്ചർ ഇസ് ബീങ് മെയ്ഡ്. എനിക്ക് തോന്നുന്നു ഒരുപാട് ചാനൽസും അത് ക്യാപിറ്റലൈസ് ചെയ്യുന്നുണ്ട്. എല്ലാ ആഴ്ചയിലും ഏതെങ്കിലും ഒരു ഇതുപോലെ ഒരുത്തൻ്റെ ഒരു വലിയ വീട് കാണിച്ച് നമ്മളെ ടെംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ടെംപ്റ്റേഷൻ ഈസ് അറ്റ് ദ ഹയസ്റ്റ്. അപ്പോൾ അങ്ങനെ ഒരു നിയോ പുവർ കൾച്ചറുണ്ട് അതിൽ. ദ കാർസ് പീപ്പിൾ ബൈ, ഇതിലൊക്കെ അത് റിഫ്ലക്റ്റ് ചെയ്യുകയാണ്. മനസ്സിലില്ല, അവർക്ക് അവരുടെ ഒരു യൂട്ടിലിറ്റേറിയൻ മിനിമലിസം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ മിനിമലിസം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ ഒരു മിനിമലിസം, യൂട്ടിലിറ്റേറിയൻ, സിമ്പിൾ ലിവിങ് എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് ദിസ് ഇസ് ടു ഷോ പീപ്പിൾ എന്ന് പറയുമ്പോഴേക്കും നാച്ചുറലി യു ആർ പുഷ്ഡ് ഇൻ ടു എക്കണോമിക് ക്രൈസിസ്, യു ആർ പുഷ്ഡ് ഇൻ ടു സ്ട്രെസ്, യു ആർ പുഷ്ഡ് ഇൻ ടു ഡിപ്രഷൻ. ആൻഡ് അതിൻ്റെ ഒരു സൈക്കോ സോഷ്യൽ റൂട്ടുള്ള ജെനിസിസുള്ള ഡിപ്രഷനുള്ളൊരു ഫെർട്ടൈൽ ഗ്രൗണ്ട് ഉണ്ടാവുകയാണ്. അതിൽ ബയോളജിക്കലല്ല, മീൻസ് വൾണറബിലിറ്റീസ് ഉണ്ടാവും. പക്ഷേ ഞാൻ പറഞ്ഞൊരു സൈക്കോ സോഷ്യൽ റൂട്ട്സ് ഉള്ളൊരു ഡിപ്രഷനിലേക്ക് നമ്മൾ വൾണറബിൾ ആവുകയാണ്. ഡോക്ടർ ആൽക്കഹോൾ റെഗുലറായിട്ട് കൺസ്യൂം ചെയ്യുമ്പോൾ ബ്രെയിനിന്റെ എംപത്തിയുള്ള ഒരു സ്ഥലം ഡിസ്ട്രോയ് ചെയ്യും. അത് കഴിയുമ്പോൾ ഇവർക്ക് പലപ്പോഴും ഒരു ഫാമിലിയോടൊക്കെയുള്ള സിമ്പതിയും എംപതിയൊക്കെ തോന്നുന്നത് അത് ശരിയാണ്. ആൽക്കഹോള്, ലോങ് ടൈം ആൽക്കഹോൾ യൂസേജ് ബ്രെയിനിൻ്റെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിനെ ഒരുപാട് ഡാമേജ് ചെയ്യും. പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ് നമ്മുടെ ജഡ്ജ്മെൻറ്റിനെ എല്ലാം നിശ്ചയിക്കുന്നതും നമ്മുടെ വിൽ പവറിനെ പോലും നിശ്ചയിക്കുന്ന ഒരു ഏരിയ. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ആൽക്കഹോളിസം ഒരു ഘട്ടം കഴിയുമ്പോഴേക്കും it becomes a very pathological brain disorder wherein you try to attempt to change. Poor fellow, his brain areas that modulates his willpower and judgment is already licked by alcohol and he cannot get out of it. അതുകൊണ്ടാണ് നമ്മൾ ആൽക്കഹോളിൻ്റെ കാര്യത്തിലും ഡ്രഗ്സിൻ്റെ കാര്യത്തിലും ഒക്കെ നമ്മൾ പറയുന്ന ഏർലി ഡിറ്റക്ഷൻ ഈസ് ദ കീ. നമ്മുടെ ഫോക്കസ് ഓൺ ഏർലി ഡിറ്റക്ഷൻ എത്ര മോശമാണ്. We only talk about de-addiction centers. We only
talk about rehabilitation, treating. And our campaign for early detection is miserably low. How to pick up somebody who is slipping into, especially in a society where alcohol is considered as a social drink. Don't you think that people should know the red flags when he is going to slip into alcoholism? നമ്മൾ ആ രീതിയിലുള്ള ക്യാമ്പയിനേ ഇല്ല, മനസ്സിലായില്ലേ? നമ്മുടെ ക്യാമ്പയിൻ മുഴുവൻ അതെ, നമ്മൾ പ്രൈമറി പ്രിവെൻഷൻ അല്ല നോക്കുന്നത്. വേറെ you are not targeting or probably focusing on themes for early detection and early intervention. നമ്മളെല്ലാം എന്താ പറയുക, ചികിത്സയുടെ ആശാന്മാരാണ്. അതിപ്പം ഇതിൽ മാത്രമുള്ളതല്ല. കേരളത്തിൽ നമ്മൾ മോഡലാന്ന് പറയുന്ന ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ ഇപ്പോൾ വന്നേക്കുന്ന ഏറ്റവും വലിയൊരു ഇറോഷൻ ഓഫ് വാല്യൂ അതാണ്. വി ആർ ഓൺലി ഫോക്കസിങ് ഓൺ ട്രീറ്റ്മെൻറ്റ്. നമ്മൾ ഡെങ്കു വരുന്നു, നമുക്ക് പലതരത്തിലുള്ള കമ്മ്യൂണിക്കബിൾ ഡിസീസസ് വരുന്നു. നമ്മൾ പ്രിവെൻഷനല്ല ഫോക്കസ് ചെയ്യുന്നത്. വി കീപ് സേയിങ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഇത്ര പേരെ നമ്മൾ ട്രീറ്റ് ചെയ്തു, ഇത്ര പേര് എൻ്റെ അടുത്ത് വന്നു. ബട്ട് വാട്ട് ഹാവ് യു ഡൺ ഫോർ എറാഡിക്കേഷൻ ഓർ പ്രിവെൻഷൻ ഓഫ് ഇറ്റ്? നമ്മുടെ ഇവിടെ 32 മെഡിക്കൽ കോളേജസ് ഉണ്ട്. എല്ലാ മെഡിക്കൽ കോളേജസിലും കമ്മ്യൂണിറ്റി മെഡിസിൻ, പ്രിവെൻറ്റീവ് മെഡിസിൻ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. എന്തുകൊണ്ടൊരു കൺസോർഷ്യം ഉണ്ടാക്കിയിട്ട് സം ആക്റ്റീവ് സ്റ്റെപ്സ് സോ ദാറ്റ് ദിസ് ഡസൻറ്റ് ഹാപ്പൻ എന്നുള്ള ലെവലിൽ വരുന്നില്ല. നമ്മൾ വി ആർ ഇൻവെസ്റ്റിംഗ് മോർ ഓൺ പ്രോബ്ലി ട്രാൻസ്പ്ലാന്റ് യൂണിറ്റ്സ് ഓർ റോബോട്ടിക് സർജറി ഓർ അതുപോലുള്ള ഒരു ഹൈ ക്ലാസ് ട്രീറ്റ്മെൻറ്റ് ഫോക്കസിലേക്കാണ് നമ്മൾ, ഇൻക്ലൂഡിങ് ഗവൺമെൻറ് സെറ്റപ്പ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആ ലെവലിലേക്കാണ് പോകുന്നത്. നമ്മൾ വി ആർ ഡ്രിഫ്റ്റിംഗ് ഫ്രം റിയൽ പ്രിവെൻറ്റീവ് വർക്ക്, മനസ്സിലായില്ലേ? പിന്നിപ്പോഴൊരു വലിയൊരു കൺസേൺ പല സ്കൂളിൽ നമ്മൾ പേരൻസ് ഒക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ ഗാഡ്ജറ്റ് അഡിക്ഷൻ. അത് ചിലർ പറയേണ്ടത് ഇപ്പോഴത്തെ ടെക്നോളജിയാണ് അങ്ങനെ, ഫ്യൂച്ചർ അങ്ങനെയാണ്, ലെറ്റ് ദം പ്ലേ എന്ന് പറയുന്നവരുണ്ട്, ചിലർ പിടിച്ചു വെച്ച് വാങ്ങിക്കുന്നവരുണ്ട്. അതെങ്ങനെ ഹാൻഡിൽ ചെയ്യും? അല്ല, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ഒരു ടെർമിനോളജി, ഡിജിറ്റൽ നേറ്റീവ്സ് ആൻഡ് ഡിജിറ്റൽ ഇമിഗ്രൻസ് എന്ന് പറഞ്ഞിട്ടില്ല. നമ്മുടെ കുട്ടികളെല്ലാം ഡിജിറ്റൽ നേറ്റീവ്സാണ്, നമ്മളൊക്കെ ഇമിഗ്രൻസ് ആണ്. അപ്പോൾ ഇമിഗ്രൻസ് ആയിട്ടുള്ള പേരൻസും നേറ്റീവ്സ് ആയിട്ടുള്ള കുട്ടികളും തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ് അതിലുണ്ട്, മനസ്സിലായില്ലേ? പിന്നെ പലപ്പോഴും എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ ഡിജിറ്റൽ നേറ്റീവ്സ് അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ വേൾഡ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ആയ ഇതിൽ ആ ഡിജിറ്റൽ വേൾഡിൽ കൂടെ പോകുന്ന പോലെ തന്നെ നമ്മുടെ ഒരു ഡെവലപ്മെൻറ്റ് പോലെ തന്നെ എല്ലാ ഫേസിലും ഓരോ പ്രായത്തിലും ഈ ഡിസിപ്ലിൻ വരാനുള്ള സ്ട്രാറ്റജീസ് ഇല്ലാതെ നമ്മൾ 9ാം ക്ലാസ്സിൽ വന്നിട്ട് ഡിജിറ്റൽ ഡിസിപ്ലിൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ നടക്കില്ല. പലയിടത്തും പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വയസ്സ് 4 വയസ്സാകുമ്പോൾ ബേബി സിറ്ററായിട്ട് ഉപയോഗിക്കും. നമ്മൾ മൊബൈൽ ഫോൺ ഇട്ട് കൈ കൊടുക്കും, അവരോട് ഗെയിം കളിച്ചോളാൻ പറയും. നമ്മളെവിടെയെങ്കിലും പോയിട്ട് നമുക്കെന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നീ ഇതുമായിട്ട് ഇരുന്നോടാന്ന് പറയും. അങ്ങനെ ഗ്രൂം ചെയ്ത് വരുന്ന ഒരു സിറ്റുവേഷനുണ്ട്. അപ്പോൾ അതിൽ ചെറുപ്പം മുതലേ ഒരു ഡിസിപ്ലിൻ, ദിസ് മച്ച് ഈസ് ദ ടൈം, ദിസ് മച്ച് അപ് ടു ദിസ് ഏജ് യു ആർ നോട്ട് പെർമിറ്റഡ് ടു സീ എന്ന് പറയുന്ന ചെറുപ്പത്തിൽ അടക്കിയായിരിക്കുന്ന സ്ഥലത്ത് മടിയിൽ വയ്ക്കാൻ പറ്റുന്ന പരുവത്തിൽ ആ ഡിസിപ്ലിൻ എൻഫോഴ്സ് ചെയ്ത് ആ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്യാമെന്ന് പറയുന്ന ഒരു സിസ്റ്റം വരുന്നില്ല. പലരും ഇത് കൈ കിട്ടിയിട്ട് പിള്ളേർ അത് മിസ്യൂസ് ചെയ്യുന്നു. അത് വരുമ്പോഴാണ് വരുന്നത്. ഇനിയിപ്പോൾ വീട്ടിലെ സ്ഥിതി എന്താണ്? നോബഡി ഈസ് എ മോഡൽ. ഈ ചെക്കൻ എന്താ ചോദിക്കുക, അല്ലെങ്കിൽ പെൺകുട്ടി എന്താ ചോദിക്കുക? അമ്മ ഇരിക്കണില്ലേ? അമ്മ ഭക്ഷണം കഴിക്കുമ്പോൾ വരെ മൊബൈലിലാണ്. പിന്നെ എനിക്കെന്താ ഉപയോഗിക്കുന്നത്? ദർ ആർ നോ മോഡൽസ് ഓഫ് ഐഡിയൽ ബിഹേവിയർ. ഈ മോഡൽസ് ഓഫ് ഐഡിയൽ ബിഹേവിയർ ഇല്ലാത്ത ആളുകൾ ഇതുമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കേൾക്കും. അപ്പോൾ അത് വലിയ പ്രശ്നമാണ്. അപ്പോൾ അതിൽ റിക്രിയേഷണൽ യൂസേജ് ഓഫ് എ ഗാഡ്ജറ്റ് വേഴ്സസ് എൻ എഡ്യൂക്കേഷണൽ യൂസ് ഓഫ് എ ഗാഡ്ജറ്റ് എന്ന് പറഞ്ഞൊരു ഡിവിഷൻ വേണ്ടി വരും. ആ ഡിവിഷൻ നമ്മൾ കോവിഡ് കാലത്ത് കൊടുത്തിട്ടില്ല. വി നെവർ ടോക്ക്ഡ് അബൌട്ട് ദിസ്. There is something called recreational usage of a gadget and an academic usage of a gadget, and how much time you are permitted to be in the gadget for recreational usage.
ആ ഡിവിഷൻ, ആ കൾച്ചർ ഉണ്ടായിട്ടില്ല. ഇറ്റ് വാസ് ഓൾ ഔട്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുമ്പോഴേക്കും ഐഡിയൽ റോൾ മോഡലും ഇഷ്യൂസൊന്നും ഇല്ലാതെ പറ്റില്ല. ഇറ്റ് ഹാസ് ടു ബി എ ജോയിൻറ്റ് എഫേർട്ട്. ലൈക്ക് യു ക്യാൻ ഗോ ബൈ ദ ഇൻഡിസസ് ഓഫ് how his or her other behaviors are, how much is his socialization. See, നമ്മളിതൊന്നും പറയാറില്ല. ഇപ്പം പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവൻ വീട്ടിലൊരു ഗസ്റ്റ് വന്നാൽ താഴെ ഇറങ്ങി വന്നില്ലെങ്കിലും പേരൻസിന് ഒരു ബുദ്ധിമുട്ടില്ല. അവൻ ഫുൾ A+ അവൻ മുറിയിൽ ഫ്രീ ടൈം കിട്ടുമ്പം കമ്പ്യൂട്ടറിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിസ്റ്റർബ് ചെയ്യണ്ട. സോഷ്യലൈസേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം ഒരു ബാലൻസ്ഡ് ആക്ടിവിറ്റി കുട്ടിക്ക് വേണമെന്ന് ചെറുപ്പത്തിലേ തന്നെ ചിന്തിച്ചിട്ട് അതിൽ ഇത്ര സമയമാണ് ഗാഡ്ജറ്റ്, ഇത്ര സമയം സോഷ്യലൈസേഷൻ വേണം, ഇത്ര സമയം താഴെ ഇറങ്ങി വന്ന് എല്ലാവരുമായിട്ട് മിണ്ടണം, ഇത്ര സമയം ഫിസിക്കൽ പ്ലേയ്ക്ക് വേണം, ഇത്ര സമയം പഠിപ്പിന് വേണം എന്ന് പറയുന്ന ഒരു റൂൾ ഫോർ ദ ചൈൽഡ് അറ്റ് ഹോം ഉണ്ടാവുകയും അത് സ്നേഹത്തോടെ നടപ്പിലാക്കുകയും ചെയ്യാം. നത്തിങ് ലൈക്ക് ഫോഴ്സിങ് ഈസ് നോട്ട് ഗോയിങ് ടു work with present day children. Children are quite, എന്താ പറയുക, വെൽ ഇൻഫോം. പഴയ കുട്ടികളല്ല എന്നുള്ളതൊരു സത്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ വെൽ ഇൻഫോം. പല കാര്യങ്ങളും നമ്മുടെ ആ പ്രായത്തിൽ അറിയുന്നതിനേക്കാൾ കൂടുതൽ അറിയും. ഇപ്പോൾ 9-10 വയസ്സുള്ള കുട്ടികൾക്ക് IPL-നെ കുറിച്ചിട്ടും പ്രഗ്നൻസിയെ കുറിച്ചിട്ടൊക്കെ അറിയാം. ദാറ്റ്സ് ദ ലെവൽ അറ്റ് വിച്ച് പീപ്പിൾ ആർ ഗോയിങ്. സോ മച്ച് സോ നമ്മളൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ they are fed with information of the adults into their child's brain. ഈ പറഞ്ഞ ഫ്രോണ്ടലോ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ഒന്ന് നേരെയായി വരാനായിട്ട് 23 ഇയേഴ്സ് വേണം. ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ഫോം ചെയ്യുന്നതിന് മുമ്പാണ് ഇവർക്ക് ഈ അഡൽട്ട് തീംസ് കിട്ടുന്നത്. എങ്ങനെ ജഡ്ജ് ചെയ്യണോ വേണ്ടോ എന്ന് ഈ തരം തീംസ് കിട്ടിയിട്ട് ദാറ്റ്സ് വൈ ചിൽഡ്രൻ ഗെറ്റ് ഇൻ ടു ചൈൽഡ് ഓൺ ചൈൽഡ് സെക്സ് അബ്യൂസ്. യു കനോട്ട് ബ്ലെയിം ദം അൺഫോർച്ചുനേറ്റ്ലി. കാരണം അവർക്ക് ഈ തീം കിട്ടുകയാണ്. ഇത് പ്രാക്ടിക്കൽ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് അവരുടെ തലച്ചോറ് ഫങ്ഷൻ ചെയ്യുന്നില്ല. ഇറ്റ് ഇസ് എ ബ്രെയിൻ അണ്ടർ കൺസ്ട്രക്ഷൻ. ഇറ്റ്സ് എ ബ്രെയിൻ സ്റ്റിൽ ഇവോൾവിങ്. പുട്ട് ഇൻ എ ഡിഫറെൻറ്റ് വൈസ് മൈൻഡ് സ്റ്റിൽ ഇവോൾവിങ്. അപ്പം ഒരുപാട് ഇൻപുട്സ് വരുന്നുണ്ട് എന്നുള്ള റിയാലിറ്റി മനസ്സിലാക്കിയിട്ട് നടത്തുന്ന ഒരു പേരൻറ്റിങ് ആണ് ഇക്കാലത്ത് സക്സസ്ഫുൾ ആവുള്ളൂ. ഐ മീൻ അയ്യോ ഇവൻ 10 വയസ്സിൽ IPL-നെ കുറിച്ചിട്ട് ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് അമ്പരക്കേണ്ട കാര്യമൊന്നുമില്ല. പ്രോബ്ലി യു വിൽ ഹാവ് ടു ബി സെയിൻ ഇനഫ് ആൻഡ് കൂൾ ഇനഫ് ടു സേ ദറ്റ് യെസ് സച്ച് തിങ്സ് ആർ ദെയർ, ബട്ട് ദിസ് ഇസ് നോട്ട് ദ ഏജ് വെയർ യു ഷുഡ് തിങ്ക് അബൌട്ട് ഓൾ ദോസ് തിങ്സ്. അല്ലാതെ എന്താണെന്ന് അറിയണമെന്ന് വെച്ചാൽ എക്സ്പ്ലെയിൻ, ഇതെങ്ങനെയൊക്കെയാണത്, ഇതെങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് അറ്റ് ദിസ് ഏജ് അപ്പോൾ ആ തരത്തിലുള്ളൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനുള്ള സ്പേസ് എവിടെയാണ് ഉള്ളത്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഈസ് ഓൺലി റിസ്ട്രിക്റ്റഡ് ടു പ്രോബ്ലി ഹൗ മച്ച് മാർക്ക് യു ഗെറ്റ്, ഹൗ മച്ച്, ആ ഒരു റെൽമിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കമ്മ്യൂണിക്കേഷൻ അപ്പോൾ പേരൻസും കുട്ടികളായിട്ട് വരുന്നു. They should have a lot of time talking about everything that is happening in this world. അതിൽ സെൻസറിങ് ഇല്ലാതെ തന്നെ അത് ഡിസ്കസ് ചെയ്യുകയും കറക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന രീതിയിലേക്ക് വരേണ്ടി വരും. അല്ലെങ്കിൽ യു വിൽ ഹാവ് പ്രോബ്ലംസ്. ചിൽഡ്രൻ ഗെറ്റിംഗ് ഇൻ ടു ക്രിമിനൽ ആക്ട്സ്, പിൽഫറിങ് ഭയങ്കര പ്രശ്നമാണ്. തെഫ്റ്റ് ഫ്രം ഹോം, തെഫ്റ്റ് ഫ്രം നൈബർഹുഡ്. എന്തിനു വേണ്ടിയിട്ട്? for eating in some place or probably giving a treat to friends. അപ്പം നമ്മുടെ ഒരു ഡെഫിനിഷൻ തന്നെ മാറി വരികയാണ്. ലൈക്ക് വാട്ട് ഈസ് ലൈഫ് ഫോർ? യു ആർ സ്റ്റഡിങ് സോ ദറ്റ് യു ഗെറ്റ് എ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് ഗെറ്റ് എ 5-figure salary as soon as you pass. Money. Why do you want money? To chill out. ആ പേഴ്സ്പെക്റ്റീവിൽ വരുമ്പോൾ ഒരു 16 വയസ്സുകാരനും ചിൽ ഔട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? അപ്പന് കാശില്ലെങ്കിൽ അടുത്ത വീട്ടിൽ മാല പൊക്കണം, വിൽക്കണം. കുട്ടികളുടെ ഇടയിൽ ഈ സിന്തറ്റിക് ഡ്രഗ്സ് ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ വീട്ടിൽ നിന്ന് തെഫ്റ്റ് എന്നൊക്കെ, ഈ ഫ്രണ്ട്സിന് ട്രീറ്റ് കൊടുക്കണം എന്നല്ലാണ്ട് പലപ്പോഴും പറയുന്ന കുട്ടികൾ തന്നെ പണ്ടൊരു ബിയർ എന്നൊക്കെ പറഞ്ഞ് എക്സ്പെരിമെന്റ് ചെയ്തോണ്ട് ഇപ്പം നേരിട്ട് ഡ്രഗ്സിലോട്ട് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്.
മെഡിക്കലി അങ്ങനത്തെ കേസസ് കൂടി വരുന്നുണ്ട്. ഇതിൽ വരുന്ന ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഓഫ് ലൈഫുമായിട്ട് ലിങ്ക്ഡ് ആണ് ഇതിൻ്റെ യൂസേജും വരുന്നത്. വാട്ട് ഈസ് ലൈഫ് ഫോർ? ടു ഏൺ മണി ആൻഡ് ടു സീക്ക് പ്ലഷർ ആൻഡ് ടു എൻജോയ്. ഈ ഒരു കൾച്ചറിലേക്ക് കുട്ടികളെ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഇതിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ വിൽ സീക്ക് ഔട്ട് തിങ്സ് വിച്ച് ഗിവ്സ് ദം പ്ലഷർ. ഡ്രഗ്സിൻ്റെ കാര്യത്തിൽ ഞാൻ കണ്ടെത്തുന്ന എഗെയിൻ ഒരു വലിയ ലാക്കുണ. പണ്ടൊക്കെ നമ്മൾ പറയുക വീട്ടിൽ പ്രശ്നമുള്ള കുട്ടികൾ, അതുപോലുള്ള ഫാമിലി ഇഷ്യൂസുള്ള കുട്ടികളൊക്കെയാണ് ഡ്രഗ്സിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുമായിരുന്നു. ഈ ഡ്രഗ് മാഫിയ ഇപ്പോൾ വളരെ ടാക്ട്ഫുള്ളായിട്ട് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ റിക്രിയേഷണൽ ഡ്രഗ്സ് ആണെന്നാണ് പറയുക. വെൻ യു ഹാവ് എ സ്ലീപ്പ് ഓവർ, when you have a birthday party, when you have some sort of occasions to celebrate, along with music you use it, that gives enhanced pleasure and it's not harmful. ഈ പല 16-17 വയസ്സുള്ള കുട്ടികൾ നമ്മുടെ അടുത്ത് ആർഗ്യൂ ചെയ്യുന്ന വല്ലപ്പോഴും ഒരിക്കൽ ഇതുപോലൊരു രസത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിൽ എന്താ കുഴപ്പം? അങ്ങനെ ഉപയോഗിക്കുന്ന പല കുട്ടികൾക്കും ഈ പറയുന്ന അഡ്വേഴ്സ് ബാക്ക്ഗ്രൗണ്ട്സ് ഇല്ല. ദേ ആർ മെയ്ഡ് ടു ബിലീവ് ദാറ്റ് വെൽ ദിസ് ഇസ് ക്വൈറ്റ് നോർമൽ ടു യൂസ് ഇൻ ആൻ ഒക്കേഷൻ ലൈക്ക് ദിസ്. ഇതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഡയമെൻഷൻ അന്ന് മുഖ്യമന്ത്രിയുടെ ക്യാമ്പയിൻ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ 2 സ്കൂളിൽ പോയപ്പം ആൺകുട്ടികളും പെൺകുട്ടികളും ഇരിക്കണ സ്കൂളാണ്. അപ്പോൾ ഞാൻ ഈ ഫോക്കസിൽ ഒരു 4 പ്രോബബിലിറ്റീസ് പറഞ്ഞിട്ട് ഈ സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് ഡ്രഗ്സ് തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ റെസ്പോൺസ് എന്തായിരിക്കുന്നുണ്ട്. ആ 4 സിറ്റുവേഷനിൽ ഒന്ന്, ഇത് ചിൽ ഔട്ട് ചെയ്യാനായിട്ട് വല്ലപ്പോഴും ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. 2, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി കൂടും. 3, നിങ്ങളിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പഠനത്തിൻ്റെ പെർഫോമൻസ് കൂടും. 4, നിങ്ങളിത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു വിൽ ബി പാർട്ട് ഓഫ് ദ ഗ്രൂപ്പ്, യു വിൽ നോട്ട് ബി ആൻ ഐസൊലേറ്റ്. ഈ 4 പ്രിമിസ് വെച്ചിട്ടാണ് ക്ലാസ് എടുത്തത്. ഈ ഓരോ സിറ്റുവേഷനിലും നിങ്ങൾക്കറിയാവുന്ന ഒരു ഫ്രണ്ട് നിങ്ങൾക്ക് ഒരു സിന്തറ്റിക് ഡ്രഗ് നിങ്ങൾക്ക് തന്നു, നിങ്ങളുടെ റെസ്പോൺസ് എന്തായിരിക്കുന്നു? ഇതിൽ ഈ ചില്ലൗട്ട് അവസാനമാണ് ഞാൻ പറഞ്ഞത്. അവസാനം പറഞ്ഞിട്ട് ഞാൻ കുട്ടികളോട് ചോദിച്ചു, വാട്ട് വിൽ ബി യുവർ റെസ്പോൺസ്? പ്രോബബ്ലി എസ് എന്ന് പറഞ്ഞത് 2 സ്കൂളിലും പെൺകുട്ടികളാണ്. ഐ താങ്ക് ദം. കാരണം നിങ്ങൾ ഇത് എസ് പറഞ്ഞില്ലായിരുന്നു ഞാൻ പെട്ടുപോയെന്നെ. ഐ കുഡ് നോട്ട് ടേക്ക് ദ ഡിസ്കഷൻ ഫോർവേഡ്. നിങ്ങൾ എസ് പറഞ്ഞതുകൊണ്ട് ഐ ആം സോ താങ്ക്ഫുൾ ടു യു. ദിസ് ഇസ് എക്സാക്ട്ലി വാട്ട് ഹാപ്പൻസ് വിത്ത് മെനി ചിൽഡ്രൻ. ഒരു ഗ്രൂപ്പിൽ 10 പേരുള്ള ഒരു ഗ്രൂപ്പിൽ വന്നിട്ട് ഏതെങ്കിലും ഒരു ഫ്രണ്ട് ഇങ്ങനൊരു സാധനം കൊണ്ടുവന്നിട്ട് തുള്ളിച്ചാടുമ്പം ഇത് എടുത്തോടാ അല്ലെങ്കിൽ എടുത്തോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കോ ഇല്ലയോ എന്നുള്ള ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് റോങ് എന്ന് നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നിടത്താണ് ഈ ഡ്രഗ്സിന് പെനിട്രേഷൻ കിട്ടുന്നത്. കോവിഡ് ടൈമിൽ ക്ലാസ് നഷ്ടപ്പെട്ട കുട്ടികളില്ലേ, സ്കൂളിൽ പോകാണ്ട് ഓൺലൈൻ, കുട്ടികളെ ബാധിച്ചിട്ടുണ്ടോ? 2 വർഷം പലരും കോളേജിലേക്ക് 2-3 വർഷം പോകാണ്ട് ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ പാസ്സായ പിള്ളേരും. അല്ല, അതിനെക്കുറിച്ച് സ്റ്റഡീസ് ഒരുപാടുണ്ടല്ലോ. കാരണം ആ കുട്ടികളുടെ ലേണിംഗ് ഗ്യാപ്സ്, ആ ലേണിംഗ് ഗ്യാപ്സിലെ മാത്തമാറ്റിക്കൽ എബിലിറ്റി, അങ്ങനെ ചില കാര്യങ്ങളിലെല്ലാം ലേണിംഗ് ഗ്യാപ്സ് വന്നിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയുണ്ട്. പക്ഷേ അവർ സ്കൂളിലേക്ക് റീ എൻട്രി ചെയ്തപ്പോൾ ആ ലേണിംഗ് ഗ്യാപ്പിനെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലുള്ളൊരു മെഷേഴ്സൊന്നും ഉണ്ടായിട്ടില്ല. ദർ ആർ ലേണിംഗ് ഗ്യാപ്സ്, മനസ്സിലായില്ലേ? ആൻഡ് ദർ ആർ സെവറൽ പീപ്പിൾ. ഇപ്പം നമ്മൾ മറ്റേ ലേണിംഗ് ഡിസോർഡേഴ്സിൽ റൈറ്റിംഗ് പ്രോബ്ലം അല്ലെങ്കിൽ റീഡിങ് പ്രോബ്ലം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ എല്ലാ കുട്ടികളും ഈ ഡിജിറ്റൽ ലേണിങ്ങിൻ്റെ എക്വിപ്ഡ് അല്ല. ദർ ആർ എ സെഗ്മെൻറ്റ് ഓഫ് പീപ്പിൾ, സ്റ്റുഡൻറ്റ് ഹു ആർ നോട്ട് എക്വിപ്ഡ് ഫോർ ഡിജിറ്റൽ ലേണിംഗ്. അവർക്ക് ഈ ഫേസ് ടു ഫേസ് ക്ലാസ്സും ക്ലാസ്സിലുള്ള പിയർ ഷെയറിങ്ങും ഒക്കെ ഇല്ലാതെ പഠിപ്പ് നേരെയാവാതിരുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവിടെയൊക്കെ ലേണിംഗ് ഗ്യാപ്സ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ആ ലേണിംഗ് ഗ്യാപ്സിനെ റീ എൻട്രി ലെവലിൽ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നണില്ല. അവരെല്ലാം അതിൻ്റേതായിട്ടുള്ള ഗ്യാപ്സിൻ്റെ ഇഷ്യൂസായിട്ട് ഉള്ള അക്കാഡമിക് ബുദ്ധിമുട്ടുകളിലൂടെ പോവുകയാണ്.
പാരന്റിങ്ങിൽ തന്നെ 2 തിയറീസ് നമ്മൾ ജനറലി കാണാറുണ്ട്. ഒന്ന്, കുട്ടികളെ ഭയങ്കര പ്രൊട്ടക്റ്റഡ് ആയിട്ട് ബാക്കി പ്രശ്നങ്ങളൊന്നും അറിയിക്കാതെ വളർത്തിക്കൊണ്ടുവരിക എന്നൊരു ലൈൻ ഓഫ് തിങ്കിങ് ഉണ്ട്. 2, എല്ലാം അറിഞ്ഞ് നാച്ചുറലി എല്ലാം അറിഞ്ഞ് തന്നെ അവർ വളർന്നു വരട്ടെ എന്നുള്ളൊരു തിങ്കിങ്ങും ഉണ്ട്. ഇപ്പോൾ കുട്ടികൾ പറയുന്ന അവരുടെ ഇഷ്ടമനുസരിച്ച് അവർ ഭയങ്കര സെൻസ് ഓഫ് എൻടൈറ്റിൽമെന്റോടുകൂടി വളർന്നു വരുന്ന കുറച്ച് കുട്ടികളുണ്ട്, അല്ലാത്ത കുട്ടികളും ഉണ്ട്. ഇതിലൊക്കെ ഏതാണ് ശരി, ഏതാണ് തെറ്റ്, എന്താ പറയുക ഡോക്ടർ? സിത്താര, ഇതിൽ ഓരോ കുട്ടിയും ആ കുട്ടി വളർന്നു വരുന്ന ബാക്ക്ഗ്രൗണ്ടും ആ കുട്ടിയുടെ ഒരു ആപ്റ്റിറ്റ്യൂഡ് പ്രൊഫൈലും ആ കുട്ടിയുടെ ഒരു ടെമ്പറമെൻ്റൽ ട്രേറ്റ്സ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. ഇറ്റ് ഹാസ് ടു ബി ടൈലേർഡ് മെയ്ഡ് ഫോർ ദ ചൈൽഡ് അല്ലേ? അപ്പോൾ അതനുസരിച്ചിട്ട് വേണം പോകാനായിട്ട്. ജനറലായിട്ട് പറയുന്ന നല്ല കമ്മ്യൂണിക്കേഷൻ വേണം. എന്തും കുട്ടിക്ക് നമ്മളോട് പറയാൻ പറ്റുന്ന, ഇഫ് ഐ ഹാവ് എ ക്രഷ്, അത് വന്നിട്ട് അമ്മ എനിക്കിങ്ങനെ തോന്നുന്നു എന്ന് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം ഉള്ള രീതിയിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ലെവൽ വേണം. അതില്ലാത്തതുകൊണ്ടാണ് ഒരുപാട് കുട്ടികൾ ചൈൽഡ് സെക്സ് അബ്യൂസ് ഒന്നും മിണ്ടാതിരിക്കുന്നത്, മനസ്സിലായില്ലേ? ആ ഒരു കമ്മ്യൂണിക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ പകുതി പ്രശ്നങ്ങൾ തീർന്നു. യു നോ യുവർ ചൈൽഡ്, മനസ്സിലായില്ലേ? നോയിങ് യുവർ ചൈൽഡ് ഈസ് വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ്. അതിന് സമയം വേണ്ടി വരും. അതിൽ ഇപ്പോൾ ചിലർ ഭയങ്കര ഹയറാർക്കിക്കലാവണം, ഫാദറായിട്ടിരിക്കണം, മദറായിട്ടിരിക്കണം, കുട്ടിയായിട്ടിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇറ്റ്സ് എ മിക്സ് ഓഫ് ബോത്ത് തിങ്സ്. ഐ മീൻ, യു വിൽ ഹാവ് ടു ബി ഡെമോക്രാറ്റിക്, യു വിൽ ഹാവ് ടു ബി അറ്റ് ടൈംസ് ബിക്കം എ ലിറ്റിൽ ഹയറാർക്കിക്കൽ. അതൊരു ആർട്ടാണ്. അത് ഡിപ്പെൻഡിങ് അപ്പോൺ സിറ്റുവേഷൻസ് യു വിൽ ഹാവ് ടു ചേഞ്ച്. പിന്നെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട സന്ദർഭങ്ങളിൽ അപ്രീഷിയേറ്റ് ചെയ്യണം. നമ്മളീ പറഞ്ഞിട്ടുള്ള മെൻ്റൽ ഹെൽത്ത് ഫസ്റ്റ് എയ്ഡിൻ്റെ പ്രിൻസിപ്പിൾ വെച്ചിട്ട് ലോ ആയിരിക്കുന്ന സമയത്ത് യു ഷുഡ് ഫീൽ ഫ്രീ ടു ആസ്ക് ഇസ് ദർ എനിത്തിങ് യു വാണ്ട് ടു ടെൽ മീ എന്നുള്ള ആ ഒരു ലെവലിലുള്ളൊരു സ്പേസ് വേണം. ആൻഡ് യു വിൽ ഹാവ് ടു ഗ്രോ വിത്ത് ദ ചൈൽഡ്, മനസ്സിലായില്ലേ? 1 വയസ്സുള്ള കുട്ടിയുടെ അതേ പ്ലെയിനിലേക്ക് നമ്മൾ താന്നിട്ട് ഓരോ പ്രായത്തിലും നമുക്ക് റീബോൺ ആവാനും ഗ്രോ ചെയ്യാനുമായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മളൊരിക്കലും 40 വയസ്സ് അല്ലെങ്കിൽ 50 വയസ്സുള്ള അല്ലെങ്കിൽ 35 വയസ്സുള്ള ഒരാളായിട്ട് മാറി നിൽക്കുകയല്ല ചെയ്യുന്നത്. യു ഹാവ് ടു ട്രാവൽ ത്രൂ ദെയർ ഏജ്. നമ്മളെപ്പോഴും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ട്രഷർ ഹണ്ടാണ്. ട്രഷർ ഹണ്ടിൽ യു വിൽ ഗെറ്റ് ക്ലൂസ് ഹിയർ ആൻഡ് ദെയർ. ആ ക്ലൂസ് നോക്കിയിട്ട് അടുത്ത ഡെസ്റ്റിനേഷൻ എത്തുക, ആ ക്ലൂ നോക്കിയിട്ട് അടുത്ത ഡെസ്റ്റിനേഷൻ എത്തുക. അതുപോലെ കുട്ടി ഇങ്ങനെ വളർന്നു വരുമ്പോൾ ഒരുപാട് ഇങ്ങനെ ഈ ട്രഷർ ഹണ്ടിന് വേണ്ടിയുള്ള ക്ലൂസ് തന്നുകൊണ്ടിരിക്കും, മനസ്സിലില്ലേ? ആ ക്ലൂസ് മേ ബി എ പീസ് ഓഫ് ബിഹേവിയർ വിച്ച് ടെൽസ് വാട്ട് ദ ചൈൽഡ് ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ, ഓർ മേ ബി വാട്ട് ദ ചൈൽഡ് ഈസ് പുട്ട് ഓഫ് വിത്ത്. അങ്ങനെയുള്ള ഒരുപാട് ക്ലൂസ് കിട്ടിയിട്ട് അതുവഴിയാണ് നമ്മൾ അൾട്ടിമേറ്റ്ലി യു റീച്ച് ദെയർ ടു നോ യുവർ ചൈൽഡ്. ക്ഷമ വേണം, അതാണ്. നമ്മുടെ സ്വതസിദ്ധമായിട്ടുള്ള ഇംപേഷ്യൻസ് കൊണ്ട് ഒരു രക്ഷയില്ല. നമുക്ക് ക്ഷമ വേണ്ടി വരും. വിൽ ഹാവ് ടു ബി I mean, there are situations where you become angry. Be honest with them. Tell that I am angry with you. You also will have to help me to probably resolve my anger. ആ രീതിയിലേക്ക് നമ്മൾ മറച്ചു വയ്ക്കേണ്ട കാര്യമില്ല. യു ഹാവ് ടു ബി 100% honest, and whatever you want your child to do, you also will have to be a role model. I mean, don't expect your child to probably be totally different from you in certain things. പണ്ടായിരുന്നെങ്കിൽ കുട്ടി വീട്ടിൽ നിന്ന് പോയി സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം എവിടെയൊക്കെയാണെന്നുള്ളത്, മനസ്സിലായില്ലേ? കുട്ടി വഴിയിൽ ഒരാളുമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ദർ വിൽ ബി അറ്റ്ലീസ്റ്റ് 2 persons ടെല്ലിങ് ദാറ്റ് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ കൊച്ച് ഒരാളുമായിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞു. നൗ ഇറ്റ് ഈസ് എമിനൻ്റ്ലി പോസിബിൾ ത്രൂ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഈ പിള്ളേർ ആരുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമുക്കൊരു പിടിയില്ല, മനസ്സിലായി? അത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മളോട് പറയാനുള്ള സ്വാതന്ത്ര്യം കുട്ടികൾക്ക് ഉണ്ടാവേണ്ടി വരും. ആൻഡ് വിൽ ഹാവ് ടു ബി ലോട്ട് മോർ ഓപ്പൺ ആൻഡ് പ്രോബ്ലി ട്രീവിയലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നീ കുട്ടിയല്ലേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വർത്തമാനം ഇപ്പോൾ നടക്കില്ല. യുവർ ഐഡിയ ഈസ് വെൽ ടേക്കൺ, യു ഹാവ് എ റൈറ്റ് ടു ടോക്ക് അബൌട്ട് ദിസ്, ലെറ്റ് മീ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് എന്നുള്ള പ്ലെയിനേ പറ്റുള്ളൂ. 10 വയസ്സുള്ള കുട്ടി നീയാണോ ഇത് പറയണേ എന്നുള്ള രീതിയിലുള്ള വർത്തമാനത്തിനൊന്നും മോഡേൺ ഡേ പാരൻറ്റിങ്ങിന് യാതൊരു പ്ലേസും ഇല്ല. 10 വയസ്സുള്ള കുട്ടിയും ഈസ് മോർ നോളജബിൾ ദാൻ യു ഓൺ സോ മെനി തിങ്സ്. അപ്പോൾ അതുകൊണ്ട്
കമ്മ്യൂണിക്കേഷൻ ലെവലിൽ പോലും നമ്മൾ ആ ഒരു ഇത് കൊടുക്കേണ്ടി വരും. ആൻഡ് പ്ലസ് ഒരുപാട് അവന്യൂസ് ഉണ്ട്. ദേ നോ ലോട്ട് മോർ തിങ്സ്, ദേ ഗെറ്റ് ഇൻ ടു ലോട്ട് മോർ തിങ്സ്. ഈ വെബ് സീരീസ് ഇപ്പോൾ ഹൂ കനോട്ട് ആക്സസ് ടു നെറ്റ്ഫ്ലിക്സിലൊക്കെ ഇപ്പം സെക്ഷുവാലിറ്റിയുടെ തീംസൊക്കെ ഇങ്ങനെ ചറപറ വരികയാണ്. അതിലൊന്നും ഒരു ചെക്കും ഇല്ല. അപ്പം യു ലൈക്ക് ടു സ്റ്റാർട്ട് ഏർലി പ്രോബ്ലി ഇൻ ഓറിയൻറ്റിങ് ചിൽഡ്രൻ അബൌട്ട് sexuality and what you are supposed to do, what you are not supposed to do, which is right, which is wrong. You will have to start discussing the web series, you will have to start discussing the media, you will have to even discuss certain news that is coming and അതിൽ ഇതാണ് ശരി, ഇതാണ് തെറ്റ്, ഇതാണ് റൈറ്റ് ആക്ഷൻ എന്നുള്ള രീതിയിലുള്ള ഇതിൽ എനിക്ക് തോന്നുന്നു വാല്യൂ എഡ്യൂക്കേഷൻ ഹാസ് ടു ഷിഫ്റ്റ് ഇൻ എ ടോട്ടലി ഡിഫറെൻറ്റ് ഡയറക്ഷൻ നൗ. ഡോക്ടർ, ഈ എക്സ്പോഷർ കുട്ടികൾക്ക് വളരെയധികമാണ്. പണ്ടുള്ളതിൻ്റെ 10-100 ഇരട്ടിയോ എക്സ്പോഷറാണ് ഇന്നത്തെ കുട്ടികൾക്കുള്ളത്. അതനുസരിച്ചിട്ട് ഈ കുട്ടികളുടെ ബ്രെയിൻ വയറിങ്ങിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ, അതോ നമുക്കുണ്ടായിരുന്ന അതേ ബ്രെയിൻ ആണോ? അല്ലല്ല, ബ്രെയിൻ വയറിങ്ങിൽ മാറ്റം വരുന്നുണ്ട്. ഇപ്പോൾ പ്ലാസ്റ്റിസിറ്റി അല്ല, ഇതിൽ ഒരുപാട് വ്യത്യാസങ്ങൾ അതിൻ്റെയൊക്കെ സ്റ്റഡീസ് വരുന്നുണ്ട്. ലൈക്ക് ഒരുപാട് ഡിജിറ്റലി ഫെഡ് ആയിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരിലുണ്ടാകാവുന്ന പ്രോബ്ലംസ്, ഈ അറ്റൻഷൻ ഡെഫിസിറ്റ്സിൻ്റെ ഇഷ്യൂസ് എല്ലാം വരാം എന്നുള്ളതുണ്ട്. സോഷ്യൽ കണക്ടിവിറ്റി കുറയുന്നതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. കാരണം പലപ്പോഴും ഈ ഡിജിറ്റൽ വേൾഡ് കയറുന്നത് അറ്റ് ദ എക്സ്പെൻസ് ഓഫ് സോഷ്യലൈസേഷനാണ്. അപ്പം ഇതിൻ്റെ എല്ലാം ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ടാണല്ലോ അമേരിക്കൻ പീഡിയാട്രിക് അസോസിയേഷനും അല്ലെങ്കിൽ അതുപോലത്തെ റെസ്പോൺസിബിളായിട്ടുള്ള അക്കാഡമിക് ഓർഗനൈസേഷൻസ് എല്ലാം 2 വയസ്സ് വരെ നോ സ്ക്രീൻ, അത് കഴിഞ്ഞാൽ 1 hour എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ഗൈഡ് ലൈൻസ് വരുന്നത് അതുകൊണ്ടാണല്ലോ. ബിക്കോസ് ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ഇമ്പാക്റ്റ് ഓൺ ദ ബ്രെയിൻ ഓൾസോ. എന്ന് വെച്ചുകൊണ്ട് നമ്മൾ ഉടനെ വടിയെടുത്തിട്ട് ഇതിങ്ങനെ പറയുന്നു, നീ 1 മണിക്കൂറേ പറ്റുമെന്ന് പറഞ്ഞിട്ട് അത് നടപ്പിലാക്കാൻ പറ്റില്ല. ദർ ഇസ് എ മെത്തേഡ് ഓഫ് പ്രോബ്ലി ഹാൻഡ്ലിങ് ഈ ചൈൽഡ് ഇൻ എ ഡിഫറെൻറ്റ് വേ. ഭയങ്കര വ്യത്യാസങ്ങളുണ്ട്. അതേപോലെ ഡോക്ടർ ഒരു സംശയം കൂടി, ഡിവോഴ്സ് റേറ്റ്സ് ഡിവോഴ്സിനെ പല രീതിയിൽ നോക്കി കാണാൻ പറ്റും. ഒന്ന്, ചിലർ ഡിവോഴ്സ് ഒരു വളരെ മോശം കാര്യമാണെന്നും അതൊരു രോഗാതുരമായ സമൂഹത്തിന്റെ റിഫ്ലക്ഷൻ ആണെന്നും പറയുന്നവരുണ്ട്. എന്നാൽ ഡിവോഴ്സ് അതേസമയം ഒരു വിമൻ എംപവർമെന്റിന്റെ ഒരു സൂചന കൂടിയാണ്. ഈ ഡിവോഴ്സ് കുട്ടികളെ വളരെ മോശമായി എഫക്റ്റ് ചെയ്യുന്നു എന്നൊരു പൊതുവെ കരുതുന്നുണ്ട്. എന്നാൽ അതർ സൈഡ് പറയുന്നത് ഭാര്യയും ഭർത്താവും എന്നും വഴികൂടിയിരിക്കുന്ന ഒരു ഫാമിലിയിൽ ജീവിക്കുന്ന ഒരു കുട്ടിയെക്കാളും എന്തുകൊണ്ടും നല്ലതാണ് ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള പാരൻസിന്റെ കൂടെ വളരുന്ന കുട്ടികൾ. ഇത് ഡോക്ടറിന്റെ ഒരു എക്സ്പീരിയൻസിൽ എങ്ങനെയാണ് ഇത് ഇമ്പാക്ട് ചെയ്യുന്നത്? അല്ല, ഇതിലൊരു സംശയമില്ല. ഒരു സൈക്കോളജിക്കലി ബ്രോക്കൺ മാരേജിനേക്കാളും എന്തുകൊണ്ടും നല്ലത് ഫിസിക്കലി ബ്രോക്കൺ മാരേജ് തന്നെയാണ്. ദർ ആർ ഇൻഡിക്കേഷൻസ് വെയർ ഡിവോഴ്സ് ഹാസ് ടു ബി പ്രിസ്ക്രൈബ് ടു സർട്ടൻ കപ്പിൾസ്. നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നതല്ല നല്ലത്, നിങ്ങൾ വേർപെടുന്നത് തന്നെയാണ് നല്ലത്, ഫോർ യുവർ ഓൺ ഗുഡ് ആൻഡ് ഫോർ യുവർ ചിൽഡ്രൻ സേക്ക് ഓൾസോ. ബട്ട് പാരൻ്റൽ റെസ്പോൺസിബിലിറ്റിയിൽ തല്ലുകൂടാൻ പാടില്ല. യു വിൽ ഹാവ് ടു ബി എ റെസ്പോൺസിബിൾ പാരൻസ് ദെയർ ആഫ്റ്റർ ഓൾസോ. നമ്മുടെ നാട്ടിലൊരു കൾച്ചറിൽ വരുന്നൊരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിവോഴ്സോ മാരിറ്റൽ സെപ്പറേഷനോ വരുന്ന സന്ദർഭങ്ങളിൽ ദേ സ്റ്റാർട്ട് യൂസിങ് ചിൽഡ്രൻ ആസ് ടൂൾസ്. കൊച്ചിനെ കാണിക്കില്ല, ഈ രീതിയിൽ കൊച്ചിനെ വടമായിട്ട് ഉപയോഗിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ട്. എന്നിട്ട് കൈ കിട്ടേണ്ട 2 ദിവസം മുഴുവൻ അമ്മയുടെ മോശം കാര്യങ്ങൾ പൊലിപ്പിച്ചും കഥയുണ്ടാക്കിയും കൊച്ചിനെ ഫീഡ് ചെയ്യും. തിരിച്ചു ചെല്ലുമ്പോൾ അതിനേക്കാൾ ഭയങ്കരമായിട്ട് ഇവിടുന്ന് ഫീഡ് ചെയ്യും. ആ ഒരു കൾച്ചർ ശരിയാവില്ല. ആ ഒരു കൾച്ചർ ഇല്ലാതെ വളരെ ഡിഗ്നിഫൈഡായിട്ട് നമ്മുടെ പേഴ്സണാലിറ്റീസ് മാച്ച് ചെയ്യില്ല. അതുകൊണ്ട് ലെറ്റ് us പാർട്ട് വിത്ത് റെസ്പെക്റ്റ് എന്നുള്ള പ്ലെയിനിൽ സൈക്കോളജിക്കലി ബ്രോക്കൺ മാരേജസിൽ ഡിവോഴ്സ് തന്നെ വേണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. മനസ്സിലായില്ലേ? വെറുതെ നമ്മുടെ ഒരു സോഷ്യൽ ഇതിന് വേണ്ടിയിട്ട് ബലം പ്രയോഗിച്ച് ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കെട്ടിപ്പടുത്ത് ഒരു കുടുംബം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ കുടുംബം ഫ്യൂച്ചറിൽ ഉണ്ടാക്കാവുന്ന ഡാമേജസ് ആർ ഗോയിങ് ടു ബി വെരി ഹൈ. You end up having children with narcissistic personality disorder. You end up children having borderline personality disorder.
യു എൻഡ് അപ്പ് ചിൽഡ്രൻ ഹാവിങ് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റീസ്. ക്ലസ്റ്റർ ബി പേഴ്സണാലിറ്റീസിൻ്റെ പ്രളയമായിരിക്കും. അതിപ്പോൾ പേരൻറ്റിങ് പോലുള്ള കാര്യങ്ങളിലെല്ലാം വരുന്ന ഫോൾട്ട് കൊണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു ട്രെൻഡ്, യു സി ലോട്ട് ഓഫ് പീപ്പിൾ വിത്ത് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, എസ്പെഷ്യലി ക്ലസ്റ്റർ ബി പേഴ്സണാലിറ്റീസ്. അപ്പം ആ ഒരു ആംഗിളിൽ പോലും ഡൈവോഴ്സ് കൺസ്ട്രക്റ്റീവായിട്ട് പ്രിസ്ക്രിപ്റ്റീവായിട്ട് ആലോചിക്കേണ്ട സാഹചര്യങ്ങളുണ്ട്. അത്ര മോശം കാര്യമാണോ ഒരു തെറ്റ് ചെയ്ത ഒരു കുട്ടിയെ അടിക്കുക എന്ന് പറയുന്നത്? അല്ല, ഇതിൽ വരണ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊക്കെ അടികൊണ്ട കാലത്ത് വി ഹാഡ് വെരി ഇൻറ്റിമേറ്റ് ബോണ്ടിങ് വിത്ത് ദ പേഴ്സൺ ഹു ഹാവ് പണിഷ്ഡ് അസ്. ദേ ഹാഡ് ഗിവൺ എ സ്പേസ് ഫോർ കമ്മ്യൂണിക്കേഷൻ ഓൾസോ. ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിനൊന്നും സമയമില്ല. അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഈ രീതിയിൽ, അതായത് എന്തിനാ തല്ലണമെന്ന് പോലും അറിയാതെ നമ്മുടെ ദേഷ്യം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തല്ലൽ എന്ന് പറയുമ്പോൾ പ്രശ്നമാണ്. കാരണം തല്ലൽ നമ്മുടെ എക്സ്പ്രഷൻ ഓഫ് ആങ്കർ ടുവേർഡ്സ് ദ ചൈൽഡ് ആണെങ്കിൽ അത് ഭയങ്കര ദോഷമാണ്. കറക്റ്റീവ് ആണെങ്കിൽ ചെറുതായിട്ടൊന്ന് കൂട്ടിയാൽ പോലും അവൻ അതിൻ്റെ ലെസൺ കിട്ടും, മനസ്സിലായില്ലേ? അപ്പോൾ ഓവറോൾ ഇമോഷണൽ ക്ലൈമറ്റ് എന്ത് എന്നുള്ളതിലാണ് ഈ തല്ലലിൻ്റെ കറക്റ്റീവ് വാല്യൂ സെറ്റാവുന്നത്. അല്ലെങ്കിൽ ഇത് ഹോസ്റ്റിലിറ്റി മാത്രമേ ജനറേറ്റ് ചെയ്യുള്ളൂ. നമ്മൾ ഒരു കാലത്തും നമ്മുടെ കുട്ടിയെ നല്ലത് ചെയ്ത് അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കുകയും കുട്ടിയായിട്ട് അവന് ആഗ്രഹമുള്ള സമയത്ത് അവനുമായിട്ട് കളിക്കുകയോ അവനുമായിട്ട് വർത്തമാനം പറയുകയോ കഥ പറയുകയോ അല്ലെങ്കിൽ അവന് പ്ലീസിങ് ആയിട്ട് നമ്മുടെ പ്രസൻസ് തോന്നുന്ന രീതിയിൽ സ്പെൻഡ് ചെയ്യുകയോ ചെയ്യാത്തൊരു പേരൻറ്റ് ഒരു ഇഷ്യൂ വരുമ്പോൾ വടിയായിട്ട് ഇറങ്ങുക എന്ന് പറയുമ്പം അത് വലിയ പ്രശ്നമുണ്ട്, മനസ്സിലായില്ലേ? ഈവൻ സ്കൂൾ ഓൾസോ ഇപ്പോൾ നമ്മൾ ഒരു സ്കൂളിൽ ഒരു ലൈഫ് സ്കിൽ ഡേ നടത്താൻ പോയി. അതായത് ഈ ലൈഫ് സ്കിൽ ഇതിൻ്റെ തന്നെ ഒരു ഡേയിൽ സയൻസ് ഡേ എന്നൊക്കെ പറഞ്ഞ മാതിരി ഒരു മോഡൽ ഇവോൾവ് ചെയ്യാൻ പോയതാണ്. അവിടെ ചെന്നപ്പോൾ ഒരു പഴയ പ്രിൻസിപ്പലാണ്. പുള്ളി പറഞ്ഞു, ഡോക്ടറെ ഇതൊക്കെ ഭയങ്കര വേസ്റ്റാണ്, നിങ്ങളെല്ലാം കൂടെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ആ വടി ഞങ്ങൾക്ക് തിരിച്ചു തരൂ, ഞങ്ങൾ മൊത്തം ഇവരെ ശരിയാക്കി കളയാം, വെറുതെ ഈ ദിവസമൊക്കെ എന്തിനാ കളയുന്നത് ചോദിച്ചു. റിമെമ്പർ that principal when he retired became a principal of a public school, CBSE സ്കൂൾ. അപ്പോൾ അങ്ങനെ വളരെ സിംപ്ലിസ്റ്റിക് ആയിട്ടാണ്. ഏത് ഡിസിപ്ലിനിങ്ങും ഏത് ശിക്ഷാ നടപടികളും അത് നൽകപ്പെടുന്ന ഇമോഷണൽ ക്ലൈമറ്റിലാണത് ശിക്ഷാ നടപടി ആവുന്നോ അതോ ഒരു ഹോസ്റ്റിലിറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ടൂളാവുന്നോ എന്നുള്ളത് നിശ്ചയിക്കുക. നമ്മുടെ പല പേരൻസിനും നേരെയില്ലാത്ത സമയത്ത് ഒരു ഷോർട്ട് കട്ടായിട്ട് അവരുടെ ആങ്കർ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ടൂളായിട്ട് ഉപയോഗിക്കുന്നിടത്താണ് ഇത് പ്രശ്നമായിട്ട് വരുന്നത്. ആ ജുഡീഷ്യസ് യൂസേജ് ഉണ്ടാവുമോ എന്നുള്ളത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അവിടെയാണ് അടി വേണ്ട. യു ലുക്ക് ഫോർ അതർ സൈക്കോളജിക്കലി മോർ എഫക്റ്റീവ് ടൂൾസ് എന്ന് നമ്മൾ പറയുന്നത്. അല്ലാതെ പലപ്പോഴും നമുക്കത് അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം ആ ജുഡീഷ്യസ്നെസ് ഉണ്ടാവില്ല. So, ഈ പാരന്റിങ്ങിന്റെ വേറൊരു സൈഡ്, ഇപ്പം ഈ സെക്ഷൽ ഓറിയന്റേഷൻ അല്ലെങ്കിൽ ഹോമോസെക്ഷുവാലിറ്റി കേസസ് ഒക്കെ വരുമ്പോൾ ഈ കൺവേർഷൻ തെറപ്പി അല്ലെങ്കിൽ ഇതൊക്കെ നിന്റെ തോന്നലാണ്, ഒരു നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ അടുത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ മാറും. അപ്പൊ അങ്ങനത്തെ ഓരോ കേസ് സ്റ്റഡീസ് വരാറുണ്ടോ? അല്ലെങ്കിൽ ആ ഒരു ഫൈനൽ ഡിസിഷൻ എങ്ങനെയാണ് എടുക്കുന്നത്? ഹൗ യു മേക്ക് ദ പാരന്റ് അണ്ടർസ്റ്റാൻഡ്? ഇതിലിപ്പോൾ ഏറ്റവും പബ്ലിസൈസ്ഡ് ആയിട്ടുള്ള കേസിൽ ഞാനാണ് പേരൻസിനെ പറഞ്ഞു കൊടുത്തത്. ഈ രണ്ടുപേരിപ്പോൾ ടെക്നോ പാർക്കിൽ 2 മെയിൽസ് താമസിക്കുന്ന ഇതിൽ. അപ്പം ഇതിൽ പല സന്ദർഭങ്ങളിലും അത്യാവശ്യം നമ്മൾ ഇതിനോടുള്ളൊരു ബാലൻസ് ഔട്ട്ലുക്ക് ഉള്ള കാരണം there are occasions where parents have been brought by the client so that I explain to them this is just a normal variation of sexuality and allow them to live in the orientation they want എന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് കൊണ്ടുവരുന്ന ഇൻസ്റ്റൻസസ് ഇടയ്ക്ക് ഫേസ് ചെയ്യുന്ന ആളാണ് ഞാൻ, മനസ്സിലായില്ലേ? ഇതിൽ ചില പേരൻസ് ആർ അക്സെപ്റ്റിംഗ്, ബട്ട് ലാർജ് മെജോറിറ്റി they don't accept. അത് എനിക്കതിൽ അത്ഭുതമില്ല, ബിക്കോസ് ഇറ്റ്സ് സോ ഹാർഡ് ഫോർ ദം. ഇപ്പോൾ നമ്മൾ എമ്പതൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് ഈ വിവരം കിട്ടിക്കഴിയുമ്പം they may find it difficult to digest that look their son or
ഡോട്ടർ ഈസ് നോട്ട് ഇൻ ദ ഹെറ്ററോസെക്ഷൽ ലൈൻ, ഇറ്റ് ഈസ് സെയിം സെക്സ് ഓറിയൻറ്റേഷൻ എന്നുള്ളത് അവർക്കങ്ങ് ദഹിക്കാൻ പ്രയാസമുള്ളതുകൊണ്ടുള്ള ഇനീഷ്യൽ റെസ്പോൺസ് ആയിരിക്കണം. ദേ ഇൻസിസ്റ്റ് ദാറ്റ് ലുക്ക് കൺവേർഷൻ തെറപ്പി ഇല്ലീഗലാണ്, അത് അൺഎത്തിക്കലാന്ന് പറഞ്ഞാൽ പോലും ദേ സെർച്ച് ഫോർ പീപ്പിൾ who does it and try to take them to such places. It might take time for them, മനസ്സിലായില്ലേ? അത് അസിമുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സമയമെടുക്കും. പക്ഷേ ആ ഒരു പ്രോസസ്സ് വേണ്ടതാണ്. ലൈക്ക് പ്രോബ്ലി എഡ്യൂക്കേറ്റിംഗ് പേരൻസ് ഓൾസോ. കാരണം നമ്മുടെ സൊസൈറ്റി ഈസ് ലാർജ്ലി എ ഫാമിലി ഓറിയൻറ്റഡ് സൊസൈറ്റി, അൺലൈക്ക് വെസ്റ്റ്. സ്റ്റിൽ വീട്ടുകാർ പറയുന്നു ഈ പലപ്പോഴും ഡിസ്ക്ലോഷർ ലേറ്റ് ആവുന്ന പോലെ, ഇപ്പോൾ കാതലിൽ പറയുന്നത് വളരെ കറക്റ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക്ലോഷർ ലേറ്റ് ആവുന്നത് ഇത് കേട്ടാൽ ഇവരെങ്ങനെ കണക്കാക്കും എന്നുള്ള ഒരു ഇത് വെച്ചിട്ടാണ് ലേറ്റ് ഡിസ്ക്ലോഷർ വരുന്നില്ല. ഡിസ്ക്ലോഷർ വന്നു കഴിഞ്ഞാലും ദർ ഇസ് ഓൾവേസ് എ പ്രഷർ ടു മാരി എ പേഴ്സൺ ഫ്രം ദ ഓപ്പോസിറ്റ് ജെൻഡർ, ഇവൻച്വലി കോസിങ് കയോസ് ഇൻ ദ മാട്രിമണി. നൗ ദറ്റ് ഒരുപാട് ഇതിനെക്കുറിച്ചിട്ടുള്ള അവയർനെസ് ഒക്കെ വന്നതിന് ശേഷം അറ്റ്ലീസ്റ്റ് പീപ്പിൾ ഹാവ് സ്റ്റാർട്ടഡ് ടോക്കിംഗ് അബൌട്ട് ഇറ്റ്, പ്രോബ്ലി മേക്കിംഗ് ദ പേരൻസ് അവെയർ ആൻഡ് പ്രോബ്ലി റിഗ്ലിംഗ് ഔട്ട് ഓഫ് പ്രോബ്ലി എ ഹെറ്ററോസെക്ഷൽ മാരേജ്. അത് ഉണ്ടാവുന്നുണ്ട്. കൺവേർഷൻ തെറപ്പി ഇല്ലീഗലാന്ന് പറഞ്ഞു, പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞിട്ട് ആ പേഷ്യൻ്റ് അല്ലെങ്കിൽ ആ ക്ലയന്റിന് ഉണ്ടാവുന്ന ഒരു കോൺസിക്വൻസ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്തായിരിക്കും? ഡെഫിനറ്റ്ലി. ഇപ്പം നമ്മളിപ്പോൾ ഹെറ്ററോസെക്ഷൽ ആണെങ്കിൽ നമ്മളെ കൺവേർട്ട് ചെയ്ത് ഹോമോസെക്ഷൽ ആക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് പോയാൽ നമുക്കുണ്ടാകുന്ന ട്രോമ എന്താണ്? സി യു ആർ ട്രൈങ് ടു പ്രോബ്ലി കറക്റ്റ് എ നോർമൽ വേരിയൻറ്റ് ഓഫ് സെക്ഷുവാലിറ്റി and trying to convert him, which is surely not going to yield result. He is going to be the same person even after the therapy. Only thing is that the therapist who makes this unethical thing gains some money out of it. Huge money is being charged for these things, and they are happy, they are richer. That's all. Probably they would wait for the next client. ഇതാരും പുറത്ത് പറയില്ലല്ലോ. ഇതാണ് ഇതിൻ്റെ ഒരു ഗുണം. ഇപ്പം എന്നെ പിടിച്ചിട്ട് മഹിമയുടെ അടുത്ത് കൊണ്ടുവന്ന് ട്രീറ്റ്മെൻറ്റ് വന്നിട്ട് മഹിമ ട്രീറ്റ് ചെയ്തിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാലും എൻ്റെ പേരൻസ് പറയുമോ മഹിമ ട്രീറ്റ് ചെയ്തിട്ടത് സക്സസ് ആയില്ല എന്ന്? ബിക്കോസ് ദാറ്റ് വുഡ് ഓട്ടോമാറ്റിക്കലി മീൻ ദാറ്റ് I have a son who is my intention is to make me married to a woman somehow. അപ്പോൾ അതുകൊണ്ട് the therapist always have an advantage of not being pointed out because of the stigma and other things. So such people flourish. ഇഷ്ടംപോലെ കൺവേർഷൻകാർ ഇപ്പോഴും കേരളത്തിൽ സർവൈവ് ചെയ്യുന്നുണ്ട്. ഈ വെസ്റ്റിൽ ഇതായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ചോദ്യം, ഇതും പിന്നെ ജെൻഡർ ഇഷ്യൂസും ജെൻഡർ ഐഡന്റിറ്റി കൺഫ്യൂഷൻസും ചിൽഡ്രൻ വെസ്റ്റിലൊക്കെ ഈ കുട്ടികൾ ബ്രെയിൻ വാഷ് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞ് കൗണ്ടർ ക്യാമ്പയിൻസ് നടക്കുന്നുണ്ട്. അങ്ങനെ ആക്ച്വലി ബ്രെയിൻ വാഷ് ആക്കി ചെയ്യാൻ പറ്റുന്നതാണ്? നോ, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അത് അങ്ങനെയൊന്നും ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ജെൻഡർ ഐഡൻറ്റിറ്റി മാറ്റാനോ ഒന്നും പറ്റില്ല. ഒക്കെ വെറുതെ പറയുന്നതാണ്. പിന്നെ ഇതിലുള്ളൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇപ്പം ഇതിൻ്റെ ആക്റ്റീവ് ഗ്രൂപ്പുകളോടൊക്കെ നമ്മൾ പേരൻസിനെ കൂടെ കോൺഫിഡൻസിൽ എടുക്കണം. എന്നിട്ട് അവരെയും കൂടെ അത് അപ്രൈസ് ചെയ്തിട്ട് ഇറ്റ്സ് എ സ്ലോ പ്രോസസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ സമ്മതിക്കില്ല. ബിക്കോസ് ദേ ആർ വെരി വെരി എന്താ പറയുക വെഹുമെൻറ്റ് ഫോർ ദെയർ കോസ്. പക്ഷേ നമുക്ക് സോഷ്യൽ റിയാലിറ്റീസും കൂടെ വെച്ചിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കി സോ ദാറ്റ് ദേ അക്സെപ്റ്റ് ദിസ്. എന്നാൽ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഒരു സോഷ്യൽ ഫാബ്രിക് ഉള്ളൊരു കമ്മ്യൂണിറ്റി ആവുകൊണ്ട് അങ്ങനെ ചെയ്താലാണ് ഒരു പക്ഷേ ഈ ക്ലയൻറ്റിനും സമാധാനം ഉണ്ടാവുള്ളൂ. കാരണം ഈ ഒരു ഓറിയൻറ്റേഷൻ ആസ്പെക്റ്റ് വെച്ചാലും ബാക്കിയുള്ള ബോണ്ടിങ്ങും അല്ലെങ്കിൽ ബാക്കിയുള്ള ലോയൽറ്റിയൊക്കെ സെയിം ആയിട്ട് നിൽക്കുന്ന കാരണം അവരും കൂടെ അക്സെപ്റ്റ് ചെയ്തിട്ട് ലെറ്റിംഗ് ദ പേഴ്സൺ ലിവ് ദ ലൈഫ് ദേ വോണ്ട് എന്നുള്ളൊരു പൊസിഷനിലേക്ക് എത്തുകയാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, ദേ ആർ ഹാപ്പിയർ. അല്ലാണ്ട് തന്നെ അൺഹാപ്പിനെസ് ബ്രീഡിങ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ അവരെ ഫേസ് ചെയ്യുന്നുണ്ട്. They are faced with lot of issues because of the orientation problem. അതൊരു മൈനോറിറ്റി ആവുകൊണ്ട് അപ്പോൾ അറ്റ്ലീസ്റ്റ് ആ ഫാമിലിയിൽ നിന്നെങ്കിലും ഒരു അക്സെപ്റ്റൻസ് കിട്ടുക എന്ന് പറയുന്നത് അതിന് സ്ട്രൈവ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ലൈക്ക് പറ്റിയില്ലെങ്കിൽ വേണ്ട, ഇറ്റ്സ് ഓക്കെ, ബട്ട്
my feeling is that there should be an earnest attempt to see if the family of origin probably understands and accepts and allow them to be part of that and probably let them live the life they want. പലപ്പോഴും നമ്മുടെ ഒരു പേരൻറ്റിങ്ങും അല്ലെങ്കിൽ ഡിസിപ്ലിനിങ്ങും ഒക്കെ ലെവലിൽ ഒരുപാട് വീടുകളിൽ കുട്ടികൾ അൺസേഫാണ്. ഇറ്റ്സ് നോട്ട് എ സ്പേസ് വെയർ ദേ ക്യാൻ ഇമോഷണലി ഗ്രോ എന്നുള്ള രീതിയിലാണ് പേരൻറ്റിങ്ങിൻ്റെ പോക്ക്. ഇറ്റ്സ് ഓൾ വിത്ത് ഗുഡ് ഇൻറ്റൻഷൻസ്, ഒന്നും ഈവിൾ ഇൻറ്റൻഷനിലല്ല. അതാണ് അതിൻ്റെ ട്രാജഡി, മനസ്സിലായില്ലേ? കുട്ടി നന്നാവണം എന്നുള്ള രീതിയിലാണ് ഇത് മുഴുവൻ ചെയ്യുന്നത്, മനസ്സിലായില്ലേ? പണ്ടൊരു കുട്ടീനെ കൊണ്ടുവന്ന് 8-9 വയസ്സുള്ള ചെക്കൻ, സ്മാർട്ട് പയ്യൻ, അമ്മ കൊണ്ടുവന്നിട്ട് ഭയങ്കര അനുസരണക്കേടവന്, ഭയങ്കര അനുസരണക്കേടായിട്ട് അമ്മയാണെങ്കിൽ തല്ലി അവനെ വശം കെടുത്തിയാണ്. അവസാനം ആരോ പറഞ്ഞു ഒന്ന് ഡോക്ടറെ കാണിച്ചു നോക്കുന്നുണ്ട്. അപ്പോൾ ഈ കൊച്ചിനോട് ഞാൻ ചോദിച്ചേ, എന്തിനാ മോനെ ഇങ്ങനെ അടിക്കണേ? അവൻ സ്മാർട്ടായിട്ട് പറഞ്ഞു, ഡോക്ടറെ എനിക്ക് അറിഞ്ഞുകൂടാ അമ്മ എന്തിനാ അടിക്കണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഇത്രയും പാടുണ്ടല്ലോ. അതിപ്പം ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും അമ്മ ചാടി മുറ്റത്ത് നിൽക്കണ ഒരു ചെടിയുടെ കമ്പ് അങ്ങോട്ട് ഒടിച്ചിട്ട് തലങ്ങും വിലങ്ങും അടിക്കും. അറ്റ് നോ പോയിൻ്റ് ഓഫ് ടൈം, അതിൻ്റെ തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ത്രീ അത്യാവശ്യം സുന്ദരിയാണ്. അമ്മ ഇങ്ങനെ തല്ലാൻ തുടങ്ങുമ്പോഴേക്കും സിനിമയിൽ മീനയും ഫിലോമിനയുടെ ഒക്കെ പോലെ മുടിയൊക്കെ ചപ്ര ചിപ്രയായിട്ട് അങ്ങനെയാണ് തല്ലുക, മനസ്സിലായി? അപ്പോൾ ഞാൻ ചോദിച്ചു, ഒരിക്കൽ പോലും മോനെ തല്ലുമ്പം മോനെ എന്തിനാ തല്ലുന്നതെന്ന് അമ്മ പറഞ്ഞിട്ടില്ല? അതൊന്നും പറഞ്ഞിട്ടില്ല. അമ്മ അങ്ങ് ചാടിത്തല്ലും. നോട്ട് ഈവൻ എ വേർഡ് അട്ടേർഡ് അബൌട്ട് വേർ ദിസ് ചൈൽഡ് വെന്റ് റോങ്. ഏതൊരു ശിക്ഷണ നടപടിയിലും ഏറ്റവും പ്രധാനപ്പെട്ടുള്ള തത്വം അത് നമ്മുടെ ആങ്കർ എക്സ്പ്രസ് ചെയ്യാനുള്ള ടൂളല്ല, ഒക്കേഷനല്ല. ഇറ്റ് ഈസ് എ കറക്റ്റീവ് പ്ലെയിൻ വേർ യു വിൽ ഹാവ് ടു ഡിസ്കസ് വിത്ത് ദ ചൈൽഡ് ദാറ്റ് ലുക്ക്, ദിസ് ഇസ് an undesired behavior from your side and you will have to face a consequence. I am giving you a consequences so that you remember that this behavior will bring a negative consequence if you repeat this. അത് സമാധാനമായിട്ട് ശാന്തമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. നിങ്ങൾ എടുത്തു ചാടി ബഹളം കൂട്ടി ചെയ്യേണ്ട കാര്യമല്ല. Have you done this? No. Many parents are like that. ഒരിക്കലും സമാധാനമായിട്ടുള്ളൊരു ഇൻ്റലക്ച്വൽ ഡിസ്കഷനില്ല. ആൻഡ് വാട്ട് ക്യാൻ ബി ദ കോൺസിക്വൻസസ് ദാറ്റ് ക്യാൻ ബി സെറ്റൻ? തല്ലണം എന്നില്ല. അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ടെലിവിഷൻ ഷോ ഒരു 2 ദിവസത്തേക്ക് ഒഴിവാക്കിയാൽ മതി. അവന് ഏറ്റവും പ്രിയം പുറത്തു പോയി കളിക്കണമെങ്കിൽ ഒരു 3 ദിവസം അവനെ കളിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മതി. ഹീൽ റിമെമ്പർ സംതിങ് ഹീ ലൈക്സ്, സംതിങ് ഹീ സോർട്ട് ഓഫ് ലോങ്സ് ടു ഡു. 2 ദിവസത്തേക്ക് നിർത്തി കഴിഞ്ഞാൽ മോനെ ഇത് 2 ദിവസത്തേക്ക് നിനക്ക് തരണ്ടില്ല, നീ ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ്. There is no ill feeling and you will have to separate the act and the child. ഇതെന്താ പറ്റുമെന്ന് വെച്ചാൽ, ഒരു കുരുത്തക്കേട് ഒരു ചെക്കൻ കാണിച്ചു കഴിഞ്ഞാൽ നിൻ്റെ തലവെട്ടം കണ്ടതിന് ശേഷമാണ് ഈ തരം പ്രശ്നങ്ങളൊക്കെ വന്നേക്കുന്നത്, നീ ഒരു ഭയങ്കര കുരുത്തം കെട്ടവനാണ്, തല തെറിച്ചവനാണെന്ന് പറഞ്ഞിട്ട് അങ്ങ് ബ്രാൻഡ് ചെയ്യും ആസ് എ ബാഡ് പേഴ്സൺ. യു സെപ്പറേറ്റ്. ജോൺ, നീ എനിക്ക് പ്രിയപ്പെട്ട മോനാണ്, പക്ഷെ നീ ചെയ്ത പ്രവൃത്തി ഈസ് നോട്ട് ഗുഡ് ഇനഫ്. You have done so many things well. You can enumerate the good things he has done in the past. Nee adu cheyidu, I was so happy. Nee idu cheyidu, I was so happy. And you are a wonderful child. But this particular behavior, you should remember that this is not an ideal behavior. So I am going to set a consequence. You will not play for 2 days. Bas. വളരെ ഹൈ IQ ഉണ്ട് എന്ന് കരുതപ്പെടുന്ന കാറ്റഗറിയിലുള്ളവർക്ക് പലപ്പോഴും EQ വളരെ ലോ ആണ്. ഈ ഒരു മിസ്മാച്ച് ഉണ്ട്. നമ്മുടെ സ്ട്രെസ് ഈസ് ഓൾവേസ് ഓൺ IQ. EQനെ നമ്മൾ കാര്യമായിട്ട് എടുക്കുന്നേ ഇല്ല. അപ്പോൾ EQ ഇമോഷണൽ ക്വോഷ്യൻ്റ് കൂടി സ്ട്രോങ് ആയിട്ടുള്ളൊരു പുതുതലമുറയെങ്കിലും വളർന്നു വരാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? അല്ല, അത് തന്നെയാണ് ഞാനും പറയുന്നത്. നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ്റെ ഒരു സിസ്റ്റം ഭയങ്കരമായിട്ട് IQ ഓറിയൻറ്റഡായി, മനസ്സിലായില്ലേ? ലെഫ്റ്റ് ബ്രെയിൻ ഓറിയൻറ്റഡായി. റൈറ്റ് ബ്രെയിൻ ഇമോട്ടീവ് ഡയമെൻഷൻ അല്ല. നമ്മുടെ എല്ലാ പാക്കേജസിലും അതാ വരുന്നത്, മനസ്സിലായില്ലേ? അത് ഒരു സിസ്റ്റം ചേഞ്ച് ഇല്ലാതെ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, മനസ്സിലായി? അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി
അത് ഇമ്പോർട്ടൻ്റാണെന്ന് ആദ്യം മനസ്സിലാക്കണം. മനസ്സിലായില്ല? ആ ഒരു തിരിച്ചറിവ്, ഹൗ ഇമ്പോർട്ടൻറ്റ് ദ EQ ഡയമെൻഷൻ ഓഫ് ഇറ്റ് ഓർ ദ ഓവറോൾ പേഴ്സണാലിറ്റി ഡയമെൻഷൻ ഓഫ് ഇറ്റ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുമില്ല. നമ്മളതിന് വേണ്ടി സീരിയസ് ആയിട്ടൊന്നും ചെയ്യുന്നുമില്ല. ഇപ്പോൾ ലൈഫ് സ്കിൽ ട്രെയിനിങ് ഉണ്ട്, അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ എന്തുമാത്രം ഇമ്പോർട്ടൻ്റാണ് എമ്പതി, എന്തുമാത്രം ഇമ്പോർട്ടൻ്റാണ് ഒരു സ്ട്രെസ്സ് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോപ്പിംഗ് സ്കില്ല്. വെറുതെ പോയി ഒരു ഡ്രഗ് അടിച്ചു അല്ലെങ്കിൽ ചാവാൻ പോയി എന്നുള്ളതിനപ്പുറത്തേക്ക് സോ മെനി തിങ്സ് ദേ ക്യാൻ ഡു. ഹൗ മച്ച് ഇമ്പോർട്ടൻ്റ് ഇറ്റ് ഇസ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്സ്, അത് ബിൽഡ് ചെയ്യുന്നത്, അവനവനെക്കുറിച്ച് അറിയുന്ന സെൽഫ് അവെയർനെസ്, വാട്ട് ആം മൈ, വിച്ച് ആർ മൈ സ്ട്രെങ്സ്. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒട്ടും ആപ്റ്റിറ്റ്യൂഡ് ഡ്രോമൺ പോലുമല്ല. നമ്മളൊരു തൊഴുത്ത് കെട്ടിയിട്ട് അതിലേക്ക് കൊണ്ടുവന്ന് പിള്ളേരെ കെട്ടിയിടുക. ഇറ്റ് ഈസ് നോട്ട്, അൺഫോർച്ചുനേറ്റ്ലി നോട്ട് ആൻ ആപ്റ്റിറ്റ്യൂഡ് ഡ്രിവൺ സിസ്റ്റം ദാറ്റ് ഈസ് റണ്ണിങ് ഹിയർ. എല്ലാവരും കയറി ഒരു ചില വഴികളിൽ മാത്രം അവരെ കൊണ്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് പോലും പിള്ളേരെ കോട്ടയിലേക്ക് വിടുന്നുണ്ട്. മനസ്സിലായില്ലേ? ഈ പറയുന്ന ഹൈ വോൾട്ടേജ് എൻട്രൻസ് കോച്ചിങ് സിസ്റ്റംസ് ഫോർ വേരിയസ് തിങ്സ് ഇപ്പോൾ എല്ലാത്തിനും ഉണ്ട്. ഇറ്റ് ഹസ് ബിക്കം എ ഫാഷൻ. 8ാം ക്ലാസ്സിൽ നിന്ന് തന്നെ സിവിൽ സർവീസിനൊക്കെ കോച്ച് ചെയ്യുന്ന സിസ്റ്റംസൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം എൻഡ് പ്രോഡക്റ്റ് എന്താണ്? ഇറ്റ് ഇസ് ടു ബീറ്റ് അതർ പീപ്പിൾ ആൻഡ് ഓവർടേക്ക് ആൻഡ് അച്ചീവ് എന്നാണ്. അപ്പോൾ അതിലെന്ത് EQ വരണത്? ആൻഡ് ദ ലാർജ് മെജോറിറ്റി ഓഫ് അവർ സ്റ്റുഡൻസ് ആർ റണ്ണിങ് ത്രൂ ദിസ് പർട്ടിക്കുലർ റൂട്ട്. സിസ്റ്റം അങ്ങനെയാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്താൽ ആക്ച്വലി IQ-നേക്കാളും ഇമ്പോർട്ടൻ്റ് EQ ആണ്. ഹൈ IQ ഉള്ളവരെക്കാളും ലോങ് ടേമിൽ സർവൈവ് ചെയ്യുന്നത് എപ്പോഴും EQ സ്ട്രോങ് ആയിട്ടുള്ളവരാണ്. പക്ഷെ ആ ഒരു സത്യം ആരും തിരിച്ചറിയുകയോ മനസ്സിലാക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അതിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഫീൽ ചെയ്യുന്നത്. അല്ല, അത് തന്നെയാണ്. ഇപ്പം ഐ വാസ് നെവർ ദ ബെസ്റ്റ് സ്റ്റുഡൻറ്റ് ഇൻ സ്കൂൾ ഡേയ്സ്. മനസ്സിലായി? ഹിന്ദിക്ക് എനിക്ക് കഷ്ടി 1 മാർക്ക് ാണ് ഞാൻ ജയിച്ചത്. 35 കണ്ടായിരുന്നു, 36 കിട്ടി. അന്ന് ഫസ്റ്റ് ക്ലാസ്സിന് 360 വേണം, എനിക്ക് 361 കിട്ടിയത്. 2 മാർക്ക് പോയിരുന്നെങ്കിൽ ഞാൻ ഫസ്റ്റ് ക്ലാസ് ഇല്ലാതെ. അന്ന് പിന്നെ ഫസ്റ്റ് ക്ലാസ്സൊക്കെ വളരെ അപൂർവമായിട്ടുള്ള കാലമാണ്. അന്ന് ഫസ്റ്റ് റാങ്ക് തന്നെ 420 കണ്ടൊക്കെ ഉള്ളൂ 600-ൽ. പഠിക്കുന്ന കാലത്തും ഐ വാസ് നെവർ ദ ബെസ്റ്റ് സ്റ്റുഡൻറ്റ്. പക്ഷേ ഞാൻ ഐ വുഡ് സേ ദാറ്റ് ഐ വാസ് ഹാപ്പിനെസ്സിൻ്റെ കാര്യത്തിലും ഒക്കെ ഐ വുഡ് റേറ്റ് ദാറ്റ് പ്രോബ്ലി ഐ ആം എ ഹാപ്പി മാൻ ഓൾ ത്രൂ. എനിക്ക് സ്ട്രെസ്സസൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിട്ടുണ്ട്. അതിലൊക്കെ പിടിച്ചു നിൽക്കാനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് കമ്പാരിറ്റീവായിട്ട് അറിയാം ഞങ്ങളുടെ ബെസ്റ്റ് സ്റ്റുഡൻസ് എവിടെ നിൽക്കണമെന്ന്. അവർക്ക് ഈ ഹാപ്പിനെസ് ഒന്നുമില്ല. ദേ ഹാവ് ഹാഡ് their faults at various stages. ഈ IIT-ലൊക്കെ അഡ്മിഷൻ കിട്ടിയിട്ടുള്ള പിള്ളേർ തന്നെ ആത്മഹത്യ ചെയ്യുന്നു. IIM-ൽ why the suicide rate is very high? It only tells that IQ is not all that matters. If you have a shade of EQ with you, you will survive better എന്നുള്ള മെസ്സേജ് തന്നെ ഉണ്ടാവുന്നത്. ഈ ഫിലിംസ് എങ്ങനെയാണ് നമ്മുടെ സൊസൈറ്റീനെ എഫക്റ്റ് ചെയ്യുന്നത്, എത്രത്തോളം ചെയ്യും? കാരണം ഈ അടുത്ത് ഇതേപോലെ വേറൊരു ഇന്റർവ്യൂവിൽ നമ്മുടെ ഡയറക്ടർ ഒട്ടും ചെയ്യില്ല എന്നുള്ളത്. അല്ല, അത് ശരിയല്ല. കാരണം സോഷ്യൽ ലേണിംഗ് തിയറി എന്ന് പറഞ്ഞൊരു ഇതിലുണ്ട്. അതിൽ ഏറ്റവും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ളത് മീഡിയാസാണ്. അതിനെക്കുറിച്ച് ധാരാളം സ്റ്റഡീസ് ഉണ്ട്. ഇപ്പോൾ ദർ ആർ സ്റ്റഡീസ് വേർ ഈ അഗ്രഷനുള്ള കാർട്ടൂൺസും അഗ്രഷനുള്ള ഗെയിംസും കണ്ടിട്ടുള്ള കുട്ടികളുടെ അഗ്രസീവ് വേ ഓഫ് റിയാക്ടിങ്ങിൻ്റെ ആ തോത് കൂടുതലാണ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റഡീസുണ്ട്. മനസ്സിലായില്ലേ? ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ഇൻഫ്ലുവൻസ്. അപ്പോൾ ആരാണ് ഇൻഫ്ലുവൻസ്ഡ് ആവുക എന്നുള്ള ക്വസ്റ്റ്യനുണ്ട്. അതിൽ എല്ലാവരും ഇൻഫ്ലുവൻസ്ഡ് ആവില്ല. ദർ ഇസ് എ വൾണറബിൾ പോപ്പുലേഷൻ ഹൂ ക്യാൻ റെഡിലി ഐഡൻറ്റിഫൈ വിത്ത് വാട്ട് എവർ ദാറ്റ് ഇസ് ബീങ് ഡെപിക്റ്റഡ്. മനസ്സിലേ? എൻ്റെ ജീവിതകഥയായിട്ട് സാമ്യമുള്ള ചില കാര്യങ്ങൾ കാണുന്നത് അതുമായിട്ട് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യും. ചിലപ്പോൾ അതിൽ ആ ക്യാരക്ടർ ചെയ്യുന്ന പാറ്റേൺസ് ഞാൻ
കോപ്പി ക്യാറ്റ് ചെയ്യാനുമുള്ള ടെൻഡൻസി ഉണ്ട്, മനസ്സിലായില്ലേ? ആരാണ് ഈ വൾണറബിൾ എന്ന് സാധാരണ പറയുന്നത്? യൂഷ്വലി engaged population where they probably just cannot divide സ്ക്രീനും റീലും റിയൽ ലൈഫും തമ്മിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തൊരു ലെവലിലുള്ള കുട്ടികളിൽ വരാം. എൽഡർലി പോപ്പുലേഷൻ അവരിലും ഉണ്ടാകാം ഈ തരം ചില കോപ്പി ക്യാറ്റ് ഫിനോമിന. ഇൻഫ്ലുവൻസ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഒരുപാട് സിനിമകൾക്ക് പോസിറ്റീവ് ഇൻഫ്ലുവൻസസ് ഉണ്ട്, വേറിൻ യു ക്യാൻ ചേഞ്ച് അറ്റ്ലീസ്റ്റ് സം പീപ്പിൾസ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് സർട്ടൺ തിങ്സ്. അതുപോലെ തന്നെ നെഗറ്റീവും വരും. ഇപ്പം അഗ്രഷൻ്റെ കാര്യത്തിൽ വളരെ ക്ലിയർ കട്ടായിട്ട് സ്റ്റഡീസ് ഉണ്ട്. അഗ്രഷൻ്റെ കമ്പോണൻറ്റ്, അക്രമത്തിൻ്റെയും അക്രമ പ്രവർത്തനങ്ങളുടെയും കമ്പോണൻറ്റ് കൂടി വരുന്ന മെറ്റീരിയലുള്ള സിനിമകളോ അല്ലെങ്കിൽ വിഷ്വൽ സാധനങ്ങളോ അത് നിരന്തരമായിട്ട് ഫീഡ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫ് സിറ്റുവേഷൻസ് വരുന്ന സന്ദർഭങ്ങളിൽ അഗ്രസീവ് വേയിൽ റിയാക്ട് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസീസ് കൂടും. എസ്പെഷ്യലി അവർക്കൊരു പേഴ്സണാലിറ്റി പ്രോബ്ലമോ അല്ലെങ്കിൽ അതുപോലുള്ള ചില ഇഷ്യൂസൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ദേ ക്യാൻ ഡു ഇറ്റ്. അപ്പോൾ അതുകൊണ്ട് ബ്ലൈൻഡായിട്ട് യാതൊരു ഇൻഫ്ലുവൻസും ഇല്ല എന്ന് പറയുമ്പോഴേക്കും ഇറ്റ് ഈസ് ലൈക്ക് ഡിസോണിങ് എ മീഡിയ ആൻഡ് മീഡിയ സ്ട്രെങ്ത്. നമ്മൾ കൈയാളുന്ന ആ ഒരു മാധ്യമത്തിൻ്റെ ശക്തിയെ നമ്മൾ തന്നെ തള്ളി പറയുന്നതിന് തുല്യമാണ്. കാരണം ഒരു ഇൻഫ്ലുവൻസും ഇല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ഇത് എടുക്കുന്നത്? ഇത് കണ്ടിട്ട് ചിരിക്കുകയും കൈയടിക്കുകയും ഒക്കെ ചെയ്യുന്ന അത്രയെങ്കിലും ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ടല്ലേ നമ്മൾ സിനിമ എടുക്കുന്നത്. ബട്ട് there is a possibility that it can affect beyond certain limits also. ഈ അഗ്രഷൻ്റെ കാര്യം നേരെ തിരിച്ചും ഈ അഗ്രഷൻ ഇപ്പോൾ ഉള്ളതിനെ ഡിമാൻഡും കൂടുതലാണ്. സോ ദാറ്റ് റിവേഴ്സ് ഇൻഡിക്കേറ്റർ ഈ പറഞ്ഞ which means there is aggression and people want more of aggression, rage. നീരജ് അങ്ങനെ പറയാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് പെൻഡപ്പായിട്ടുള്ള അഗ്രഷൻ എല്ലാ കാലത്തും ഉണ്ട്. അഗ്രസീവ് ഇമ്പൾസ് ഇല്ലാത്ത ആളുകളല്ല നമ്മളെല്ലാവരും. നമ്മുടെ എല്ലാം ഉള്ളിൽ ഡോർമെൻ്റായിട്ട് അഗ്രസീവ് ഇൻസ്റ്റിങ്സ് ഉണ്ട്. അത് എപ്പോഴാണ് മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. മാനിഫെസ്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ നമുക്ക് ഫ്രസ്ട്രേഷൻ വരിക അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെയാണ് നമ്മളത് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള വാല്യൂ സിസ്റ്റം വെച്ചിട്ടും നമ്മുടെ പേഴ്സണാലിറ്റി വെച്ചിട്ടും ചെക്ക് പോയിൻറ്റ്സ് ഉണ്ട്. ആ ചെക്ക് പോയിൻറ്റ്സ് വെച്ചിട്ട് നമ്മൾ ഇൻഹിബിറ്റഡ് ആയിട്ട് നിൽക്കും. നമ്മുടെ ഉള്ളിൽ അഗ്രഷൻ ഉള്ളതുകൊണ്ട് അഗ്രസീവ് ഇമേജസ് കാണാനായിട്ട് നമ്മുടെ മനസ്സിലൊരു ആഭിമുഖ്യം ഉണ്ടാവും. സൊസൈറ്റിയിൽ ഒരു ക്ലൈമറ്റ് ഓഫ് അഗ്രഷൻ വല്ലാണ്ട് കൂടുന്ന സമയത്ത് അത് കൂടുതൽ കാണണമെന്നുള്ള താല്പര്യം തോന്നുകയും ചെയ്യും. നമ്മുടെ ഇപ്പോഴത്തെ മീഡിയ ചെയ്യുന്നത് നമ്മുടെ ആ ഒരു നെഗറ്റീവ് ട്രൈറ്റിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലേക്ക് ആ പാക്കേജ് കൂട്ടി ഉള്ള മെറ്റീരിയൽസ് ഉണ്ടാക്കുകയാണ്. ബിക്കോസ് ഇറ്റ് സെൽസ്, ബിക്കോസ് ബേസിക്കലി ദർ ഇസ് എൻ ഇന്നേറ്റ് നീഡ്. സോ മച്ച് സോ നല്ല സെക്ഷുവാലിറ്റി പോലും ഇല്ല അപ്പോൾ സിനിമയിൽ, മനസ്സിലായില്ലേ? നല്ല റൊമാൻസ് പോലും ഇല്ല. അതെല്ലാം ഈ അഗ്രസീവ് ഇമേജസ് അങ്ങ് തള്ളി കൊണ്ടുപോയിക്കുക, മനസ്സിലായില്ലേ? നല്ലൊരു എന്താ പറയുക, മനസ്സിന് പ്ലീസിങ് ആയിട്ടുള്ള ക്ലാരയുടെ മാതിരിയൊക്കെ ഉള്ളൊരു റൊമാൻസ് പോലും നമുക്ക് കാണാൻ പറ്റുന്നില്ല. സെക്ഷുവാലിറ്റി പോലും ഇല്ല. ഭരതനൊക്കെ ചെയ്ത പോലെ ഡെപിക്റ്റ് ചെയ്തിട്ടുള്ള ബ്യൂട്ടിഫുൾ സെക്ഷൽ ഇമേജസ് പോലും ഉണ്ടാവുന്നില്ല. എല്ലാം എവറിത്തിങ് ഈസ് അഗ്രഷൻ ഡെപിക്റ്റഡ് ഇൻ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഇൻ എ വെരി വെരി എന്താ ഗ്രാഫിക് വേ വിച്ച് വിൽ ഹാവ് ഇറ്റ്സ് നെഗറ്റീവ് ഇമ്പാക്റ്റ്. ഒരു സംശയമില്ല. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഇപ്പോൾ കാണുന്ന പലതും പല അഗ്രഷനും വളരെ സിനിമാറ്റിക്കാണ്. ഇപ്പോൾ ഭയങ്കര